പ്രൈസ് ലോർഡ്. വീണ്ടും ഓ ഈ കൂട്ടായ്മയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളൊക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം നമുക്ക് കൃപ നൽകി. കർത്താവിന്റെ ദാസനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം. ആ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു ഓൾമോസ്റ്റ് 3-4 കഴിഞ്ഞ മാസം ആത്മീയ പോരാട്ടം എന്ന ഒരു സബ്ജക്റ്റ് നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന ചില ആളുകളൊക്കെ എന്നോട് സംശയങ്ങളൊക്കെ ചോദിച്ചു. ഇന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ആ സംശയത്തിനൊക്കെ മറുപടി ഉണ്ടാവും. പ്രത്യേകം ഞാൻ ആ സംശയങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് സമയം പ്രത്യേകം എടുക്കുന്നില്ല. ഇന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തിരുവഴുത്തിന് മുമ്പാകെ ഇരിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൽ നിന്ന് ആ സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ പോരാട്ടം എന്നത് തന്നെയാണ്. അതിനെ ഞാൻ പ്രധാനമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്ന പാസേജ് എഫീസ്യ ലേഖനം 6-ാമത്തെ അധ്യായമാണ്, എഫീഷ്യൻസ് ചാപ്റ്റർ 6. അതിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 10 to 20 ഞാൻ വായിച്ചിട്ട് വളരെ വേഗം ആ വേദഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ട് സമയം ലഭിക്കുന്നത് പോലെ 2 കൊരിന്ത്യൻസ് 10:3-6 ഇതിനകത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടത് കൊണ്ട് ആ വാക്യങ്ങളുടെയും നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം ഈ ചെറിയ സമയപരിധിയിൽ സാധിക്കുമോ എന്നെനിക്കറിയില്ല. എങ്കിലും ലഭിക്കുന്ന സമയത്തിൽ കഴിയുന്നിടത്തോളം വിശദമായി ആ കാര്യങ്ങളെ പറയാം എന്നാണ് ഞാൻ കർത്താവെ ശരണപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവവചന കേൾവിക്കായിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ ആ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധയോടെ തിരുവെഴുത്തിനെ നിങ്ങൾ പരിശോധിക്കണം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽക്കുവിൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുവിൻ. ഒരു 11 വാക്യം വളരെ ലെങ്തിയാണ്. ഈ വാക്യങ്ങൾ 11 വാക്യങ്ങളെയും എനിക്ക് വിശദമായിട്ട് പറയാൻ സമയമില്ല. അത് എന്നെ ഇടയ്ക്കൊക്കെ കേൾക്കുന്നവർ ഇതിനകത്തുള്ളത് കൊണ്ട് ആ 11 വാക്യം എനിക്ക് വിശദമായിട്ട് പറയണമെങ്കിൽ മിനിമം 3 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. അത്രയും എനിക്ക് സമയമില്ല. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും വരാനുള്ള ആ സാഹചര്യം എനിക്ക് നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇല്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ വളരെ പ്രാധാന്യതയുള്ള കാര്യങ്ങൾ, ഒട്ടും ആ വാക്യങ്ങളിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തണമെന്നാണ് ഓർപ്പിക്കുന്നത്. വളരെ ഗൗരവത്തോടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൈവശ്വാസീയമായ, ദൈവം ബ്രീത്ത് ഔട്ട് ചെയ്ത ദൈവത്തിൻ്റെ വചനമാണിത്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്ചറാണ്. അത്രയും ഗൗരവത്തോടെ വേണം നമ്മൾ ഈ തിരുവെഴുത്തിന് മുമ്പാകെ ഇരിക്കുക. ഞാൻ
ആ, ആ, ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ലാസ്റ്റ് ടൈമിൽ പറഞ്ഞത് തന്നെ അതിൻ്റെ അല്പം കൂടെയും വിശദമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് ടൈമിലെ കാര്യങ്ങൾ ഒന്ന് ആ, ഒന്ന് റീകളക്ട് ചെയ്താൽ നല്ലതായിരിക്കും. ആത്മീയ പോരാട്ടം എന്താണ്, നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്, ദൈവം പിശാചിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് പിശാചിനെ നമ്മൾ എതിർത്ത് നിൽക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ സമയപരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഈ വാക്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളൊന്ന് നോക്കാം. നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് ഉറപ്പായിട്ടും പ്രയോജനമായിരിക്കും, ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് പ്രയോജനമായിരിക്കും. പിന്നെ ഈ ബോസ്റ്റൺ ലൈനിലെ കൂട്ടായ്മയിൽ ഞാൻ വന്നില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ എന്നാ ചോദിക്കും എന്ന് അങ്ങനെയുള്ളവരൊന്നും കൂടരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്തിനാണ് നിങ്ങളുടെ സമയം നിങ്ങൾ രാവിലെ കളയുന്നത്? അങ്ങനൊന്നും ചെയ്യരുത്. നോക്കൂ, ആത്മീയ പോരാട്ടം, സ്പിരിച്വൽ വാർഫെയർ, നമ്മൾ എല്ലാവരും ആത്മീയ പോരാട്ടത്തിലാണ്. ആ കാര്യം ഓർത്തോണം. നമ്മളൊരു യുദ്ധകളത്തിലാണ്. അത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ആത്മീയ പോരാട്ടം, രണ്ട് തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് തെറ്റുകൾ. ഒന്നാമത്തെ തെറ്റെന്നുള്ളത്, ചില ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ദ സ്പിരിച്വൽ വാർഫെയർ. ചില ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് അവരുടെ ജീവിതവും അവരുടെ ആ ക്രിസ്ത്യൻ ലൈഫും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഒരു കാര്യമൊന്നും ഇല്ല എൻ്റെ ഉപദേശം, ഇതൊക്കെ ആൾക്കാർ ചുമ്മാ പറയുന്നതാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു നല്ല ഗ്രൂപ്പ് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ദേ ആർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് സ്പിരിച്വൽ വാർഫെയർ. മറ്റു ചില ആളുകൾ ഓവർ എസ്റ്റിമേറ്റിംഗ് സ്പിരിച്വൽ വാർഫെയർ. എന്ന് പറഞ്ഞാൽ എന്നാ കാണിച്ചാലും സ്പിരിച്വൽ വാർഫെയർ. ഇന്ന് രാവിലെ ജോലിക്ക് പോയപ്പോൾ റോഡ് മൊത്തം ട്രാഫിക് സ്ലോ, എൻ്റെ പൊന്നെ പോരാട്ടമാണ് അവർക്കതെല്ലാം. രാവിലെ ഇറങ്ങിയപ്പം ഗ്ലാസ് മുഴുവൻ ഫ്രോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. മുഴുവൻ അവർക്ക് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് ഈ നടന്നൊരു കാര്യം പറഞ്ഞ് അങ്ങ് തുടങ്ങാം. എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററും കുടുംബവും നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഒരു സ്റ്റേറ്റിൽ ചെന്നപ്പോൾ, സ്റ്റേറ്റും സ്ഥലവും ഒന്നും എന്നോട് ചോദിക്കരുത്, അവിടെ ചെന്നപ്പം അവിടുത്തെ ചർച്ചിൽ അന്ന് രാവിലെ സഭായോഗത്തിന് ചെന്നപ്പോൾ അവിടെ ഭയങ്കര ഈ സൗണ്ട് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഈ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ലീഡ് ഉപദേശി അവരോട് പറഞ്ഞ വാചകം ഇതാണ്, ഈ വി ആർ ഗോയിങ് ടു റിബ്യൂക്ക് ദ ഡെവിൾ. നമ്മൾ ഈ ഡെവിളിനെ ഇന്ന് റിബ്യൂക്ക് ചെയ്യണം, കാര്യം ഈ സൗണ്ട് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഷേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ആ ബാക്കിലെ ഡോറെല്ലാം തുറന്നിടണം, വി ആർ ഗോയിങ് ടു പ്രേ ആൻഡ് റൺ ദ ഡെവിൾ ഔട്ട് ഓഫ് ദ ചർച്ച് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിലെ ഡോർ എന്തിനാണ് തുറന്നിടുന്നത്? പിശാച് അകത്തെ ഡോർ തുറക്കുന്നതിന് മുമ്പ് കയറിയതാണെങ്കിൽ പുള്ളി അല്ലാതെ പൊക്കോളുകയല്ലേ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എന്നിട്ട് എനിക്കറിയാവുന്ന ഈ പാസ്റ്റർ തൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യം ചെയ്തൊക്കെ നമുക്കും പോയേക്കാവെന്ന് പറഞ്ഞു ഇപ്പം തന്നെ. അന്നേരം ഭാര്യ പറഞ്ഞു, വേണ്ട ഇപ്പം പോകണ്ട, ഇപ്പം പോയാൽ അവന്മാരെല്ലാം കൂടെ പറയും നമ്മളാണ് ഡബിൾ എന്ന് പറയും, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതായിട്ട് ഞാൻ അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ചില ആളുകൾക്ക് ആത്മീയ പോരാട്ടം ഇല്ല, ചില ആളുകൾക്ക് എല്ലാം ആത്മീയ പോരാട്ടമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ഈ രണ്ട് ഗ്രൂപ്പിലും ആകാൻ പാടില്ല. തിരുവെഴുത്ത് എന്ത് പറയുന്നു അത് മാത്രമായിരിക്കണം നമ്മുടെ ആധാരം. തിരുവെഴുത്ത് മാത്രം. തിരുവെഴുത്തിനകത്ത് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങനെ ഉണ്ട്. തിരുവെഴുത്തിനകത്ത് അങ്ങനല്ല ആത്മീയ പോരാട്ടം എന്ന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ അങ്ങനല്ല. തിരുവെഴുത്ത് മാത്രമാണ് എൻ്റെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കാരണവശാലും ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഇതിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പക്ഷേ ഇറ്റ് ഈസ് എ ഫാക്ട്. സ്പിരിച്വൽ വാർഫെയർ റിയൽ ആണ്, അത് ഉണ്ട്. അത് തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവ് അങ്ങനെ പറയുന്നു, അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് അത് എഴുതി വളരെ വ്യക്തമായിട്ട് നമുക്ക് നൽകിയേക്കാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നോക്കൂ, ഈ വാക്യം ഈ ഭാഗത്ത് ഞാൻ രണ്ടായിട്ടും തിരിക്കാൻ പോകുകയാണ്. ഏറ്റവും ലളിതമായ ഔട്ട്ലൈൻ തരാൻ പോവുകയാണ്. രണ്ടായിട്ട് തിരിക്കാൻ പോവുകയാണ്. ഈ രണ്ടിനകത്ത് ആദ്യത്തെ ഭാഗം, ദ ഫസ്റ്റ് പാർട്ട് ഈസ് അവർ ഫീൽഡ്. നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഈ യുദ്ധക്കളം, അവർ ഫീൽഡ്. സെക്കൻഡ് പാർട്ട് ഈസ് അവർ ഫൈറ്റ്. എന്താണ് യുദ്ധം? ഒന്ന്, ആ യുദ്ധത്തിൻ്റെ ആ ഗ്രൗണ്ട് എന്താണ്? രണ്ട്, എന്താണ് യുദ്ധം? ഫസ്റ്റ് വൺ ഈസ് അവർ ഫീൽഡ്, സെക്കൻഡ് വൺ ഈസ് അവർ ഫൈറ്റ്. എല്ലാവർക്കും മനസ്സിലായല്ലോ രണ്ട് പദങ്ങൾ, ഫീൽഡും ഫൈറ്റും. ഇതിനെ നമ്മൾ ആ വാക്യങ്ങൾക്കകത്തുനിന്ന് എന്താണെന്ന് ഞാൻ ആരംഭത്തിൽ ഒന്ന് വേഗം പറഞ്ഞതിന് ശേഷം വിശദീകരണത്തിലേക്ക് വരാം. ഫീൽഡിനകത്ത്
മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ റിസോഴ്സസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഇരുന്ന് വകയുണ്ടോ എന്ന് നോക്കണം എന്നതാണ് ജീസസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. ഒരു കാര്യത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഇരുന്ന് വകയുണ്ടോ എന്ന് നോക്കണം. ഒന്ന്, നമ്മുടെ റിസോഴ്സസ് എന്താണെന്നറിയണം. രണ്ട്, നമ്മുടെ അഡ്വേഴ്സറി അല്ലെങ്കിൽ നമ്മുടെ ശത്രു, നമ്മുടെ എനിമി ആരാന്നറിയണം. മൂന്നാമത്തേത്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഗ്രഹിക്കണം. ഇതാണ് ഫീൽഡ് എന്നതിൻ്റെ അർത്ഥം. റിസോഴ്സസ്, അഡ്വേഴ്സറി ആൻഡ് അവർ ഗോൾ. മൂന്ന് കാര്യം ഗ്രഹിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഫൈറ്റ് ആണ്. ഈ യുദ്ധത്തിൽ നമുക്ക് 4 കാര്യം വേണമെന്നാണ് ഈ വേദഭാഗം പറയുന്നത്. ഒന്ന്, അവർ യൂണിഫോം. രണ്ട്, അവർ വെപ്പൺസ്. മൂന്ന്, അവർ പാർട്ട്നേഴ്സ്. നാല്, ഇത് വിക്ടറി. ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ഭാഗത്തിനകത്ത് ഗ്രൗണ്ട്, ഫീൽഡിനകത്ത് റിസോഴ്സസ്, അതുപോലെ തന്നെ നമ്മുടെ ശത്രുവായ അഡ്വേഴ്സറി ആൻഡ് ഗോൾ. ഫൈറ്റിനകത്ത് 4 കാര്യം ഉണ്ടായിരിക്കണം. നമ്മുടെ യൂണിഫോം, നമ്മുടെ വെപ്പൺസ്, നമ്മുടെ വാർ പാർട്ട്നേഴ്സ്, ഫൈനലി അവർ വിക്ടറി. ഇങ്ങനെ 4, 3, 7 കാര്യം ഈ പാസേജിൽ നിന്ന് പറയണമെന്നാണ് ഞാൻ ഇന്ന് രാവിലെ പ്രത്യേകാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ മുന്നിൽ അത് പറയാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഭാഗം, ഇനിയും ഈ വാക്യം, ഈ എഫീസ്യ ലേഖനം 6-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 19, 20 പ്രത്യേക, ദോസ് ലാസ്റ്റ് 2 വേഴ്സസ് ആർ എവ്രിതിങ്. അതാണ് സ്പിരിച്വൽ വാർഫെയറിൻ്റെ കൺക്ലൂഷൻ. പൊതുവെ നമ്മൾ ആ വാക്യം അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുവിൻ. വാസ്തവത്തിൽ നമ്മൾ ഈ വാക്യം 10 മുതൽ 18 വരെ വായിച്ച് നിർത്തുകയാണ് പതിവ്. പക്ഷേ 19, 20 അതിൻ്റെ കോർ. എന്താണ് ആത്മീയ പോരാട്ടം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യം. സമയം പോലെ ഞാനത് വിശദമാക്കാമെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മുടെ റിസോഴ്സസ്? അതിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. അവിടെ 2 കാര്യം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ റിസോഴ്സസ് എന്താണെന്നുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. രണ്ടാമത്തെ കാര്യം, സർവായുധ വർഗം ധരിക്കുവിൻ. ഹിസ് മൈറ്റ് ആൻഡ് ഹിസ് ആർമർ, ദീസ് 2 are our resources. ഒന്നുകൂടെ പറയാം, ഹിസ് മൈറ്റ് ആൻഡ് ഹിസ് ആർമർ. എല്ലാവരും നിങ്ങൾ പ്രത്യേകം ഈ വാക്യങ്ങളെ ഈ ലൈനിൽ രാവിലെ എടുക്കുന്ന എനിക്ക് 1-2 പേരെ വളരെ പേഴ്സണലായിട്ട് അറിയാം. അവരെ എക്സ്പോസിഷൻ മാത്രമേ ചെയ്യുക. എക്സ്പോസിറ്ററി സെർമൺസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്യം എടുക്കുന്നു, ആ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നാന്ന് പറയുന്നു, ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് പറയുന്നു, ആ വാക്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതാണ് ഒറിജിനലായിട്ടുള്ള ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ പ്രമാണം. പക്ഷെ നമുക്ക് അങ്ങനൊന്നുമല്ല. നമുക്ക് കേൾക്കാസുകൾ എന്തെങ്കിലും കേട്ട് ഒരു ബഹളവോ ഒരു വൈകാരികമായ ഫുൾഫിൽമെൻ്റോ ഒക്കെ ഉണ്ടായാൽ മതി. പക്ഷെ അതുകൊണ്ട് ഇല്ല. നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? വാട്ട് യു ഫീൽ ദിസ് മോർണിംഗ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂ, ഈ രാവിലെ ഞാൻ 2:45 എഴുന്നേക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ, 2:45 എഴുന്നേറ്റിട്ട് വേണം 3 o'clock ഇരിക്കാൻ. 2:45 എഴുന്നേറ്റ് വരുന്ന ആളോട് ചോദിക്കുക വാട്ട് യു ഫീൽ ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും വെരി ടയേർഡ്. ഈ ചില ആളുകളൊക്കെ വാട്ട് യു ഫീൽ, വാട്ട് യു ഓൾ ഫീൽ, അതൊരു നോൺസെൻസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ രാവിലെ ചർച്ചിലോട്ട് അങ്ങോട്ട് പോകാൻ നേരത്ത് നമ്മൾ സ്ഥിരമായിട്ടിരുന്ന പാർക്കിലോട്ട് വേറൊരാളുകൊണ്ട് വണ്ടി പാർക്ക് കിട്ടാൻ തന്നെ നമ്മുടെ ഫീലിംഗ് ഹർട്ടായി. എന്നിട്ടാണ് നമ്മൾ വണ്ടി പെട്ടെന്നുകൊണ്ട് വേറെ പാർക്കിലോട്ട് ഇട്ടിട്ട് യോഗത്തിൽ കയറുമ്പോൾ അവിടെ പാട്ട് പാടുന്ന ആളെ വാട്ട് യു ഫീൽ ടുഡേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹൊറിബിൾ, ടെറിബിൾ എന്നേ എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ വാട്ട് യു ഫീൽ എന്നുള്ളതല്ല, വാട്ട് യു നോ എന്നുള്ളതാണ്. വാട്ട് യു നോ അബൌട്ട് യുവർ ഗോഡ്, വാട്ട് യു നോ അബൌട്ട് ഹിസ് വേർഡ്, വാട്ട് യു നോ അബൌട്ട് ക്രിസ്ത്യൻ ലൈഫ്. അതുകൊണ്ട് വാട്ട് യു ഫീൽ എന്നുള്ളത് യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. വാട്ട് യു നോ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. വാട്ട് യു നോ. ഇന്ന് എന്ത് നിങ്ങൾ
നിങ്ങൾക്കറിയാം നിങ്ങളുടെ കർത്താവിനെ പറ്റി, എന്തെന്ന് നിങ്ങൾക്കറിയാം ദൈവവചനത്തെ പറ്റി, എന്ത് നിങ്ങൾക്കറിയാം ആത്മീയ പോരാട്ടത്തെ പറ്റി. അതാണ് നമ്മുടെ പ്രാധാന്യത. വാട്ട് യു ഫീൽ എന്നുള്ളത് അതൊരു ചോദ്യമേ അല്ല. ഫീലിംഗ് പലപ്പോഴും പല മൂഡിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഞാനത് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പോപ്പുലർ ആൾക്കാരുടെ ചോദ്യമാണ് വാട്ട് യു ഫീൽ. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഈ ലാംഗ്വേജിലുള്ള ചോദ്യം വാട്ട് യു ഓൾ ഫീൽ ടുഡേ. അത് എനിക്കത് കേൾക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. വാട്ട് യു നോ എന്ന ചോദ്യമാണ് പ്രാധാന്യത എന്ന് ഓർപ്പിച്ച് ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ നമ്മുടെ റിസോഴ്സസ് ഹിസ് മൈറ്റ്. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയം എടുക്കുന്നില്ല. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹിസ് മൈറ്റ്. രണ്ട്, ഹിസ് ആർമർ. ഹിസ് ആർമർ. ഈ ഈ ഈ ആത്മീയ പോരാട്ടത്തെ പറ്റി വളരെ പോപ്പുലറൈസ് ചെയ്ത് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇടയിലൊക്കെ. അതിനെ സംബന്ധിച്ചൊക്കെ പുസ്തകങ്ങൾ എഴുതുകയും തിരുവെഴുത്തിനകത്തില്ലാത്ത സ്ട്രാറ്റജി, പിശാചിനെ എങ്ങനെ ഓടിക്കാം എന്നുള്ളതിനെ പറ്റി 10 സ്റ്റെപ്പ് പറയുന്ന ആളുകളുടെ പുസ്തകങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ വേസ്റ്റ് ആണ്. വേദപുസ്തകത്തിനകത്തില്ലാത്ത ഒരു സ്ട്രാറ്റജി ഇല്ല, വേദപുസ്തകത്തിനകത്തില്ലാത്ത ഒരു ശക്തിയില്ല, വേദപുസ്തകത്തിനകത്തില്ലാത്ത ഒരു ആർമറും ഇല്ല, ഒരു മൈറ്റും ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബൈബിൾ ഈസ് സഫിഷ്യൻറ്റ്, ഗോസ്പൽ ഈസ് സഫിഷ്യൻറ്റ്. പുസ്തകത്തിന് പുറത്ത് ഒരു സ്ട്രാറ്റജിക്കും യാതൊരു പ്രാധാന്യതയില്ല. അതെല്ലാം മാൻമെയ്ഡ് സ്ട്രാറ്റജീസ് ആണ്. പിശാചിന് അതിനെ യാതൊരു ഭയവും ഇല്ല എന്ന കാര്യം നമ്മൾ ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഈ ആത്മീയ പോരാട്ടത്തെയൊക്കെ ഇങ്ങനെ പോപ്പുലറൈസ് ചെയ്യുന്ന ആളുകൾ അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞു വെക്കുന്നത് ദേ ഹാവ് സംതിങ് ഇൻ ദം. അവരിലെന്തോ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരിലെന്തോ പ്രത്യേകത, അവർക്കെന്തോ സ്പെഷ്യലായിട്ട് നമുക്കാർക്കും ഇല്ലാത്ത മറ്റെന്തോ വെളിപ്പാടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഒരാൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, യു കാണ്ട് വൂപ്പ് ഡെവിൾ എന്നാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ആ പ്രയോഗം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പിശാചിനെ അങ്ങനെ ശപിക്കാനോ അങ്ങനെ അസഭ്യം പറയാനോ ഒന്നും പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഗോഡ്സ് ആർമർ ആൻഡ് ഗോഡ്സ് സ്ട്രെങ്ത്. ഇത് മാത്രമാണ് ആത്മീയ പോരാട്ടത്തിന് ദൈവം അനുവദിച്ചേക്കുന്ന റിസോഴ്സസ് എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് അവർ കണ്ണിങ്, not our intellect, not anything in or about us. Lord's might and Lord's armor, those are our resources. നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ജ്ഞാനമോ നമ്മുടെ അറിവോ നമ്മുടെ കണ്ണിങ്ങോ നമ്മുടെ ഇൻ്റലക്റ്റോ ഇതൊന്നും സ്പിരിച്വൽ വാർഫെയറിന് യാതൊരു പ്രയോജനവും ചെയ്യത്തില്ല. ഗോഡ്സ് മൈറ്റ് ആൻഡ് ഹിസ് ആർമർ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, അവൻ നൽകുന്ന സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. മനസ്സിലാകുന്നോ? ആ കർത്താവിൻ്റെ ശക്തി എന്താണ്, കർത്താവിൻ്റെ മൈറ്റ് എന്താണ്? അതൊക്കെ തിരുവെഴുത്തിനകത്തോട് നോക്കിയാൽ മതി. ഈ ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പിശാചിൻ്റെ ജയോത്സവം കൊണ്ടാടിയവൻ, സകലത്തിൻ്റെയും കാരണഭൂതൻ, സകല ശക്തിയുടെ ഉറവിടമായിരിക്കുന്നവൻ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ ഹിസ് മൈറ്റ് ആൻഡ് ഹിസ് ആർമർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? 2 റിസോഴ്സസ്. ആമേൻ. മൈക്ക് മ്യൂട്ട് ആക്കാതെ ആമേൻ പറഞ്ഞാൽ മതി കേട്ടോ. ആമേൻ. പ്രൈസ് ലോർഡ്. രണ്ടാമത്തെ കാര്യം അവിടെ ഒന്ന്, ഫസ്റ്റ് അവർ റിസോഴ്സസ്, വേഴ്സ് നമ്പർ 11. വാട്ട് അബൌട്ട് അവർ അഡ്വേഴ്സറി? നമ്മുടെ ശത്രു ആരാണ്, അവൻ എന്താണ് ചെയ്യുന്നത്? ആ വാക്യം ശ്രദ്ധിച്ചു വായിച്ചാൽ ചെറിയ ഭയം ഉണ്ടാവും. ശ്രദ്ധിച്ചു വായിച്ചാൽ, ചുമ്മാ വായിക്കുന്നവർക്ക് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഒന്ന് വായിച്ചു നോക്കിയേ ആ വാക്യം. എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കിയേ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് അവൻ്റെ സർവായുധവർഗം ധരിച്ചു. അത് റിസോഴ്സസ് ആണ്. 12ാമത്തെ വാക്യം, നമുക്ക് പോരാട്ടമുള്ളത്. അന്നേരം പോരാട്ടം ഉണ്ടെങ്കിലെന്നല്ല, പോരാട്ടം ഉള്ളത്, പോരാട്ടം ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോരാട്ടം ഉണ്ട്. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ ഈ രക്തവും ജഡവും ഒക്കെ ഉള്ള മനുഷ്യരോടല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ അയൽക്കാരോടോ നമ്മുടെ നൈബേഴ്സിനോടോ കൂട്ടുവിശ്വാസിയോടോ ഒന്നുമല്ല നമുക്ക് പോരാട്ടമുള്ളത്, ജഡരക്തങ്ങളോടല്ല. എന്നിട്ട് വാഴ്ചകളോടും
അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്ര. അയ്യോ, എന്നാ ഭയങ്കര സംവിധാനങ്ങളാണെന്ന് നോക്കി അവൻ്റെ കാര്യങ്ങൾ. ഇതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ സത്യത്തിൽ ഭയപ്പെടേണ്ട ചില പദങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. അതിൻ്റെ അർത്ഥം അവർ എനിമി ഈ സ്ട്രോങ് ആൻഡ് ഇൻറ്റിമിഡേറ്റിംഗ് എന്നാണ് ആ വാക്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അത്ര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ഈ ബാബേൽ രാജാക്കന്മാരെ പറ്റി പറയുന്ന പ്രയോഗങ്ങളാണ് ജെറമ്യാവിൽ ഈ ഈ മേജർ പ്രോഫറ്റ്സിനകത്ത് ഒരു വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അവ ശലോമോനിലും ജ്ഞാനിയല്ലോ എന്നൊരു പ്രയോഗമുണ്ട്. അവ ശലോമോനിലും ജ്ഞാനിയല്ലോ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഈ എനിമി വാററിയലാണ്, എനിമി ഈസ് പവർഫുള്ളാണ്, ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. മനസ്സിലാവുന്നോ? ആ വാക്യത്തിനകത്ത് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ, ആ ഹെവൻലി ബീയിങ്ങുമായിട്ടാണ്, ആ ഫാളൻ ഹെവൻലി ബീയിങ്ങുമായിട്ടാണ് നമ്മുടെ പോരാട്ടം എന്നതാണ് എൻ്റെ അർത്ഥം. എല്ലാവരും അത്രയും ഭാഗം ഓർത്തോണം. ഇതാണ് അഡ്വേഴ്സറി, ഇവനാണ് നമ്മുടെ ശത്രു. ഇവനോട് നമുക്ക് ലൈഫ് ലോങ് ബാറ്റിലാണ്. ആദ്യം നോക്കിയേ, പിശാചിൻ്റെ ആ ഇൻറ്റിമിഡേറ്റിംഗ് ഫാക്ടറിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഹിസ് മൈറ്റ് ആൻഡ് ഹിസ് ആർമർ ഇതിട്ടിട്ടാണ്, ഈ കാര്യത്തെ റിവീൽ ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ഈ നിലയിലുള്ള, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മ സേനയുടെ നായകനുമായിട്ടാണ് നമുക്ക് പോരാട്ടം എന്നാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. നോക്കൂ, ഈ എഫീസ് ലേഖനത്തിനകത്ത് വളരെ ശ്രേഷ്ഠകരമായൊരു കാര്യമുണ്ട്. അത് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളെ ഇങ്ങനെ ലൈവിൽ വന്ന് എഫീസ് ലേഖനം പഠിപ്പിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ അന്ന് അവർ നിങ്ങൾക്കത് പറഞ്ഞു തരും. എനിക്കത് പറഞ്ഞു തരാൻ സാഹചര്യമില്ല. ഈ ലൈനിൽ ഈ പുസ്തകം പഠിപ്പിക്കാൻ ഈ അടുത്ത കാലത്തെങ്ങ് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 വാക്യങ്ങൾ, 3 അധ്യായങ്ങൾ, എഫീഷ്യൻസ് 1, 2, 3, ഈ 3 അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ ഒരുവൻ കർത്താവിൽ ആരാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റീവ്, വളരെ കൃത്യമായിട്ട് നമ്മൾ ആരാണ്, നമ്മുടെ അനുഗ്രഹം എന്താണ്, നമ്മൾ എവിടാണ്, നമ്മളെ കർത്താവ് ആരാക്കിയിരിക്കുന്നു, നമ്മളെ പറ്റിയുള്ള അതിശ്രേഷ്ഠ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിലെ തിരുഹിത പ്രസാദം എന്താണെന്ന് ആദ്യത്തെ 3 അധ്യായത്തിൽ വിശദമായി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ട് 4, 5, 6 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഇമ്പരേറ്റീവായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെ പോരാടണം. നോക്കൂ, ഇൻഡിക്കേറ്റീവ് ആൻഡ് ഇമ്പരേറ്റീവ്, ഇതിനകത്ത് ഏതാണ് പ്രാധാന്യത എന്ന് ചോദിച്ചാൽ ഇൻഡിക്കേറ്റീവ് മനസ്സിലാകാതെ ഇമ്പരേറ്റീവിലോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സിലാവുന്നോ? അത്രയും പറയാൻ എനിക്ക് സമയമുള്ളൂ. എന്നിട്ട് ഈ നമ്മുടെ ആ ശ്രേഷ്ഠത, കർത്താവിൽ നമ്മൾ ആരാണ്, എന്താണ് നമുക്ക് ലഭിച്ചേക്കുന്ന റിസോഴ്സസ് എന്താണ്, നമ്മുടെ ആത്മീയതയുടെ ആ ശ്രേഷ്ഠത എന്താണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അധികാരം എന്താണ്, ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോരാട്ടമുണ്ട്, അവൻ്റെ മൈറ്റ്, അവൻ്റെ ആർമർ നമ്മൾ ധരിക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ഇന്ന വ്യക്തിയോടാണ്, ഇന്ന ഫാളൻ ഹെവൻലി ബീയിങ്ങിനോടാണ് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞേക്കണം. ആദ്യത്തെ ഭാഗം കൃത്യമായിട്ട് വേണം രണ്ടാമത്തെ യുദ്ധത്തിലേക്ക് പോകാൻ. നമ്മുടെ പൊസിഷൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാകും. മനസ്സിലാവുന്നോ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓവർ എസ്റ്റിമേറ്റും ചെയ്യാൻ പാടില്ല, അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യാൻ പാടില്ല. നമുക്ക് വി കനോട്ട് അക്കംപ്ലിഷ് the imperative apart from the indicative. We cannot obey apart from who we are in Christ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് തലയാട്ടിയാൽ എനിക്ക് സന്തോഷമായിരിക്കും. കുറച്ചൊക്കെ എല്ലാം ഒന്നും മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ടും പറ്റിയില്ലെങ്കിൽ ഒരുവിധമൊക്കെ എൻ്റെ ഉപദേശി മനസ്സിലാവുന്നുണ്ട്. സ്തോത്രം, അത്രയും മതി, അത്രയൊക്കെ കിട്ടിയാൽ മതി. നോക്കൂ, അത്രേ പറ്റുള്ളൂ. ഇതിനു വേണ്ടി വളരെ വായിക്കണം, വളരെ നന്നായിട്ട് വായിച്ചും ഗ്രഹിച്ചും 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അന്നേരം നമ്മൾ പറയും, അയ്യോ എൻ്റെ പൊന്നി, ഇതൊന്നും വായിക്കാനൊന്നും ഒരു സമയവും ഇല്ല. കാര്യം 40 മണിക്കൂറിൻ്റെ ജോലി തികയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ 56 മണിക്കൂർ ജോലിക്ക് പോയിട്ടാണ് കാര്യം നടക്കുന്നത്. ശരിയാ, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സമയമുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ടൈം എത്ര ആണെന്ന് എല്ലാ ദിവസവും ആയിട്ട് നോക്കി
നോക്കിയാൽ മതി. അന്നേരം അറിയാം നമുക്ക് വായിക്കാനും പ്രാർത്ഥിക്കാനും സമയം ഉണ്ടായിരുന്നോ എന്ന കാര്യം. ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പൊ തൽക്കാലം പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കണ്ടോ, ഈ അവിടെ നമ്മൾ ആരാണെന്നുള്ളൊരു കാര്യം ഒറ്റ വാചകത്തിൽ പറയാം. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഇവിടെ നമ്മൾ വായിച്ച 12-ാം വാക്യത്തിനകത്ത് അത് ഇംഗ്ലീഷിൽ വിക്കഡ്നെസ് ഇൻ ദ ഹെവൻലി പ്ലേസസ്, ആ ഹെവൻലി പ്ലേസസ് എന്ന കാര്യം നമ്മുടെ മനസ്സിലൊന്ന് ഓർത്തിരിക്കണം. ഈ മലയാളത്തിലെ പ്രയോഗം സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, ഇംഗ്ലീഷിൽ ആ ഹെവൻലി പ്ലേസസ്. ഇനിയും നിങ്ങൾ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് നോക്കിയേ, നമ്മളെ പറ്റി പറഞ്ഞേക്കുന്ന ഒരു പ്രയോഗമുണ്ട്. 1-3 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും every spiritual blessing in the heavenly places in Christ. കണ്ടോ, നമ്മളെ ആ ഹെവൻലി പ്ലേസസ് എന്ന കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. ഇനി 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ക്രിസ്തുവേശുവിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച 7-ാം വാക്യം, ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിലിരുത്തുകയും ചെയ്തിരിക്കുന്നു. വാക്യം കണ്ടോ, സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. നമ്മൾ അനുഗ്രഹം പ്രാപിച്ചേക്കുന്നത് ഫ്രം ഹെവൻലി പ്ലേസസ്, നമ്മളെ ഇരുത്തിയേക്കുന്നത് ഹെവൻലി പ്ലേസസ്. ആ പ്രയോഗങ്ങൾ കണ്ടോ, അങ്ങനെ തന്നെ കണ്ടോ. എന്നിട്ട് 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെ വായിക്കുമ്പോൾ 10-ാം വാക്യം ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ വായിക്കുന്ന 10-ാം വാക്യം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. ആ ദൈവത്തിൻ്റെ ആ കഴിഞ്ഞകാല ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗോഡ്, നമ്മളെ ദൈവസഭയെ പറ്റിയുള്ള ആ ദൈവത്തിൻ്റെ ഇറ്റേണൽ പർപ്പസിനെ പറ്റി പറയുന്ന അതിശ്രേഷ്ഠകരമായ ഒരു വാക്യമാണത്. അത് വിശദീകരണം കൂടാതെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇന്ന് എനിക്കത് പറയാനായിട്ട് സമയമില്ല. അവിടെ നിങ്ങൾ കണ്ടോ, ആ ഇംഗ്ലീഷ് കൊടുത്തേക്കുന്ന സോ ദാറ്റ് ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് മൈറ്റ് നൗ ബി മെയ്ഡ് നോൺ ത്രൂ ദ ചർച്ച് to the rules and the authorities in the heavenly places. ഞാൻ വായിച്ച 3 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അനുഗ്രഹ ഹെവൻലി പ്ലേസസിൽ നിന്ന് നമ്മൾ ഇരുത്തിയേക്കുന്ന ഹെവൻലി പ്ലേസസ്, സഭയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി ഫ്രം ഹെവൻലി പ്ലേസസ്. ഇനി ഈ 3 ഹെവൻലി പ്ലേസസ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കാൻ. എഗെയിൻസ്റ്റ് ദ സ്പിരിച്വൽ ഫോഴ്സസ് ഓഫ് വിക്കഡ്നെസ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. നിങ്ങൾ കണ്ടോ? അങ്ങനെങ്കിൽ the battle is taking place in the Lord's territory. എല്ലാവരും കേൾക്കുന്നോ? ഈ യുദ്ധം ഒരു ഭൗമികമായ, അതാ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ ഫീൽഡാന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നില്ല, ഫൈറ്റിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. ഇതാണ് ഫീൽഡ്. ഈ യുദ്ധം നടക്കുന്നത് ഇൻ ലോർഡ്സ് ടെറിട്ടറി. എന്താ കാര്യം? ആത്മീയമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ആത്മീയമായി നമ്മൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനാദി നിർണയം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ഈ ആകാശത്തിലെ സേനകളോടാണ്. നോക്കൂ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഇൻഡിക്കേറ്റീവ് മനസ്സിലാക്കണം, എന്നിട്ട് വേണം ഇമ്പരേറ്റീവിലേക്ക് വരാനായിട്ട്. അത്രയും അല്പം പ്രയാസകരമാണെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾ ഗ്രഹിക്കാനായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, തിരുവെഴുത്തിൻ്റെ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ജ്ഞാനം എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി തരും. ഇല്ലെങ്കിൽ ഇത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. നോക്കൂ, അങ്ങനെങ്കിൽ അഡ്വേഴ്സറി ആരാന്ന് മനസ്സിലായല്ലോ, റിസോഴ്സസ് ആരാന്ന് മനസ്സിലായല്ലോ, 2 അഡ്വേഴ്സറി എന്താണെന്ന് മനസ്സിലായല്ലോ, അവൻ എവിടാണെന്നും നമ്മൾ എവിടാണെന്നും, യുദ്ധം സ്പിരിച്വൽ തലത്തിലാണെന്നും ലോർഡ്സ് ടെറിട്ടറിയിലാണെന്നും മനസ്സിലായല്ലോ. ഇനി 3-ാം ഭാഗത്തിലേക്ക് പോകാം. ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് വായിച്ചാൽ മതി. വളരെ ഈ തിരുവെഴുത്ത് വായിക്കുകയും, ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, ഒരു സത്യം, പല സത്യങ്ങൾ, ഒരു സത്യം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദത്തിൽ ഒരു കാര്യം, ഏറ്റവും വലിയ ആനന്ദത്തിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് എന്നാണെന്നറിയാം? തിരുവെഴുത്തിൻ്റെ വായനയും
അതിൻ്റെ പഠനവും അത് മനസ്സിൽ അതങ്ങ് ഗ്രഹിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ചിലപ്പോഴൊക്കെ ഈ തിരുവെഴുത്തുമായിട്ടിരിക്കുമ്പം മണിക്കൂറുകൾ ചില വാക്യങ്ങളൊക്കെ മനസ്സിലായിട്ട് സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ ഇയാൾ എന്തൊരു മനുഷ്യനാണ്. ഞാൻ വളരെ ദൈവസാന്നിധ്യത്തിലാണ് പറയുന്നത്. ഈ നമ്മളിപ്പോ വായിച്ച 3-ാം അധ്യായത്തിനകത്തെ ആ ദൈവത്തിന്റെ അനാദി നിർണയം, അൺഫാത്തമബിൾ റിച്ചസ് ഓഫ് ഗോഡ്, അപ്രമേയ ധനം, അതൊക്കെയായിട്ട് ഞാൻ രാത്രികൾ പൂർണ്ണമായിട്ട് പുസ്തകത്തിന് മുന്നിൽ ഇരുന്നിട്ടുണ്ട്. ഇത് കർത്താവ് ഇതിന്റെ അർത്ഥം എന്നാണെന്നൊന്ന് ഗ്രഹിക്കാനായിട്ട്. അത്രയും ആനന്ദമുള്ള വേറെ കാര്യമില്ല. അതുപോലെ അങ്ങനെ നമ്മൾ ദൈവവചനത്തോട് ഏറ്റവും ചേർന്നിരിക്കണം. ആ ദൈവവചനത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ആരാണ്, ആത്മീയത എന്താണ്, ആത്മീയ പോരാട്ടത്തിന്റെ ഗൗരവം എന്താണ്, സ്പിരിച്വാലിറ്റി എത്ര ഗ്രേറ്റ് ആണ്, എത്ര ഉയർന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ നിങ്ങളെ അങ്ങനെയുള്ള ആത്മീയ ആ ഒരു താല്പര്യങ്ങളിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. കർത്താവ് അതിനായിട്ട് കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ. നോക്കൂ, റിസോഴ്സസ്, ഗോഡ്സ് മൈറ്റ് ആൻഡ് ഗോഡ്സ് ആർമർ, അവർ അഡ്വേഴ്സറി ഹെവൻലി പ്ലേസസിലുള്ള ഈ ദുഷ്ടാത്മ സേനയാണ്. ബാറ്റിൽ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ലോർഡ്സ് ടെറിട്ടറി. കർത്താവിൻ്റെ ആ ഫീൽഡിലാണ്, ടെറിട്ടറിയിലാണ് ഈ ബാറ്റിൽ നടക്കുന്നത്. രണ്ട് കാര്യം. മൂന്നാമത്തേത് അവർ ഗോൾ. എനിക്ക് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് ഈ എഫിഷ്യൻസ് പോലും പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, മൂന്നാമത്തെ കാര്യം 13-ാമത്തെ വാക്യം എന്നാ നോക്കിയേ. നമ്മുടെ ഗോള് 13-ാം വാക്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും എന്ന് പറഞ്ഞാൽ ആ ദുർദിവസം അവിടെ ഉള്ളത് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ പോരാട്ടം നിറഞ്ഞ ഇത് നമുക്ക് വലിയ ബേർഡൻ ഒന്നുമല്ല കേട്ടോ. നമുക്ക് ഈ റിസോഴ്സസ് അറിയാമെങ്കിൽ നമുക്കറിയാം നമ്മൾ അധികാരമുള്ളവരാണ്. ഈ റിസോഴ്സസ് അറിയണം. ഇല്ലെങ്കിൽ അതാണ് നമ്മൾ ഇൻഡിക്കേറ്റീവ് മനസ്സിലാകണം. ഇല്ലാതെ ഇമ്പരേറ്റീവ് ഒരു കാരണവശാലും നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല. അത് ബേർഡൻ ആയിരിക്കും, അത് ഭയമായിരിക്കും, നമ്മൾ വിഡ്രോ ചെയ്യും. നോക്കൂ, ഈ അവർ ഗോൾ എന്നാന്ന് നോക്കിയേ. നിങ്ങൾ ദുർദിവസത്തിൽ ഈ ചില പ്രസംഗരൊക്കെ പറയുന്നത് ഇന്ന് ചിലരോട് ദൂതുണ്ടെന്നല്ല, എനിക്ക് ചിലരോടില്ല. വേദപുസ്തകത്തിനകത്ത് ദൂത് എല്ലാവരോടുമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു. രണ്ടാമത് വീണ്ടും സർവായുധവർഗം എന്ന പ്രയോഗത്തോട് വരികയാണ്. ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവായുധവർഗം. അവർ ഗോൾ എന്നുള്ളത് ഒറ്റ കാര്യമാണ്, സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽക്കണം. ഈ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമ്മൾ മസിൽ പവർ കൊണ്ടൊന്നുമല്ല, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളതാണ്. അവിടുത്തെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ 1 പീറ്റർ 5:8 ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന വാക്യമാണ്. 1 പത്രോസ് 5:8 അവിടെ പരിശുദ്ധാത്മാ പറയുന്നത് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി എതിർത്ത് നിൽക്കുവിൻ. വിശ്വാസത്തിൽ സ്ഥിരപ്പെടാതെ ഉറച്ചു നിൽക്കാനോ വിശ്വാസത്തിൽ സ്ഥിരപ്പെടാതെ എതിർത്ത് നിൽക്കുവാനോ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ പറയുന്ന വിശ്വാസം? അവിടെ പറയുന്ന വിശ്വാസം നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു എന്ന ആ വിശ്വാസത്തെ പറ്റിയല്ല, മറിച്ച് എഴുതപ്പെട്ട തിരുവെഴുത്തിലുള്ള നമ്മുടെ ആ പരിജ്ഞാനം, അതാണ് അവിടെ പറയുന്ന വിശ്വാസം. യൂദ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അതിവിശുദ്ധ വിശ്വാസം എന്ന് വായിക്കുന്നില്ലേ? വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് എഴുതുന്നത്. അവിടെ പറയുന്ന ആ വിശ്വാസം എന്നുള്ളത് റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എഴുതപ്പെട്ട തിരുവെഴുത്തിനെ പറ്റിയുള്ള ബോധ്യത്തിൽ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല. ഉറപ്പുള്ളവരായിരിക്കണം. അതിന് ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. നമ്മളുടെ കർത്താവിലുള്ള ആശ്രയത്തെ സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്നും തിരുവെഴുത്തിൻ്റെ ബോധ്യത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ ഒബ്ജക്റ്റീവ് ഫെയ്ത്ത്, അതായത് ഫാക്റ്റിലുള്ള നമ്മുടെ ആശ്രയം, അത് അങ്ങനെ ഈ ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് സ്ട്രോങ് ആയാൽ മാത്രമേ ആശ്രയം ശരിയാകുകയുള്ളൂ. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ മനസ്സിലായി എന്നൊക്കെ പറയുന്നത് എല്ലാം ഞാൻ മുമ്പേ പറഞ്ഞില്ല,
അത്രയൊന്നും പെട്ടെന്ന് കിട്ടത്തില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ ഉപദേശി ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ, അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ചാൽ നിശ്ചയമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. നോക്കൂ, നമ്മുടെ ഗോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ജോബ്, ദാറ്റ് ഈസ് യുവർ ജോബ്, സ്റ്റാൻഡ് റൈറ്റ് ദയർ, ഡോണ്ട് മൂവ്, ദാറ്റ്സ് ഇറ്റ്. അവിടെ നിൽക്കണം, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവിടെ നിൽക്കണം. അങ്ങനെങ്കിൽ സ്റ്റാൻഡ് ഫേം, ദാറ്റ് ഈസ് അവർ ഗോൾ ആൻഡ് ദാറ്റ് ഈസ് അവർ ജോബ്. ഞാൻ പറഞ്ഞ ലോർഡ്സ് ടെറിട്ടറിയിലെ 3 കാര്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്ന്, what are our resources? What are the resources? Second, who is our adversaries? Third, what is our goal? ആദ്യത്തെ ഭാഗം എല്ലാവർക്കും കിട്ടിയല്ലോ. ദിസ് ഈസ് ദ ഫീൽഡ്, ദിസ് ഈസ് അവർ ഫീൽഡ്. സെക്കൻഡ് ഈ സന്ദേശത്തിൻ്റെ 2ാം ഭാഗം അവർ യൂണിഫോം, അവർ ഫൈറ്റ്. ആ ഫൈറ്റിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 4 കാര്യമുണ്ട്. നമ്മുടെ യൂണിഫോം എന്തായിരിക്കണം എന്നുണ്ട്. 2, നമ്മുടെ വെപ്പൺസ് എന്തൊക്കെയായിരിക്കണം എന്നുണ്ട്. 3, ഈ യുദ്ധത്തിനകത്ത് പാർട്ട്നേഴ്സ് ഉണ്ടോ, അത് ഇൻഡിവിജ്വൽ യുദ്ധമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4-മത്തേത്, ഈ യുദ്ധത്തിൻ്റെ വിക്ടറി എന്താണ്, അൾട്ടിമേറ്റ് ആയിട്ട് സ്പിരിച്വൽ വാർഫെയറിൻ്റെ വിക്ടറി എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നമുക്ക് അതിൻ്റെ ആ ഫീൽഡിൽ നിന്ന് ഫൈറ്റിലേക്ക് പോകാം. ആ ഫൈറ്റിനകത്ത് 1-മത്തെ കാര്യം നമ്മുടെ യൂണിഫോം എന്താണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 3 കാര്യം. 6-14-15 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ നമ്മുടെ യൂണിഫോം എന്താണെന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. 3 കാര്യങ്ങൾ അവിടെ കണ്ടോ. 1, സത്യം. 2, നീതി. 3, ഗോസ്പൽ ഓഫ് പീസ്. 3 കാര്യം. ഇതാണ് നമ്മുടെ യൂണിഫോം. നമ്മൾ വെപ്പണിലേക്ക് വരികയാണ്. നമ്മുടെ യൂണിഫോം എല്ലാ പദങ്ങളും ശ്രദ്ധയോടെ നോക്കണം, അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോളായ വിക്ടറിയിൽ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് പോരാടാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കാതെ പോയാൽ ഈ യുദ്ധത്തിൽ ഒന്നും നടക്കുകയില്ല, നമ്മൾ ജയിക്കുകയില്ല, ദൈവരാജ്യത്തിന് വളർച്ച ഉണ്ടാകില്ല, കർത്താവിന് മഹത്വം ഉണ്ടാകില്ല. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യം, അതൊന്നും വിശദമാക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്താണ് എഴുതിയേക്കുന്നത്? അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും. അങ്ങനെങ്കിൽ എന്താ അരയ്ക്ക് സത്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും 1-2 കാര്യം മാത്രം ഏറ്റവും സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകാം. ആ ട്രൂത്ത് എന്നുള്ളത് ഇവിടെ പ്രധാനമായിട്ടും അർത്ഥമാക്കുന്ന ഒരു കാര്യം, നമ്മൾ ഹിപ്പോക്രസി ഉള്ളവരാകരുത് എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ കപടന്മാരാകരുത്, വ്യാജന്മാരാകരുത് എന്ന അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞേക്കുന്നതിൻ്റെ ഒരർത്ഥം. അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഏറ്റവും ഹാർഡായിട്ട് ഇടപെട്ടത് ചുങ്കക്കാരോടും പാപികളോടും അല്ല. കർത്താവ് ഏറ്റവും ഹാർഡായിട്ട് ഇടപെട്ടത് തന്നെത്താൻ നീതിമാന്മാരെന്ന് നടിച്ച് ജീവിക്കുന്ന പരീശന്മാരോടാണ്. നിങ്ങൾക്ക് അയ്യോ കഷ്ടം. മാത്യു 23 നിങ്ങൾ വായിച്ചാൽ മതി. എത്ര തവണയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവരോട് പറയും, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നമ്മുടെ കർത്താവ് ചുങ്കക്കാരോടും പാവികളോടും നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞില്ല. അവരെ കാര്യം എന്നറിയാമോ? ഒരു ചുങ്കക്കാരനോടും പാപിയോടും നിന്റെ കുഴപ്പങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ എന്നാൽ ഒരു പരീശനോട് അങ്ങനെ പറഞ്ഞാൽ അവനത് മനസ്സിലാകുകയില്ല. അതാണ് അതിൻ്റെ ഒരർത്ഥം. നോക്കൂ, അങ്ങനെങ്കിൽ അരയ്ക്ക് സത്യം കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇന്റഗ്രിറ്റി, നമ്മുടെ സത്യസന്ധത, നമ്മുടെ ഓണസ്റ്റി, നമ്മുടെ കപടമില്ലായ്മ, നമ്മുടെ അകത്തെ മനുഷ്യനിലെ സത്യസന്ധത, ഇതാണ് അതിൻ്റെ ഒരർത്ഥം. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം എഫെസ്യ ലേഖനത്തിനകത്ത്
നിങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രയോഗം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ, 15-ാമത്തെ വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ട്. അവിടെ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം സംസാരിക്കുന്ന കാര്യത്തെ പറ്റിയാണ്, ആത്മീയ വളർച്ചയാണ് അവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. അവിടെ നമ്മൾ ട്രൂത്തേ പറയാവുള്ളൂ എന്ന ആ ആ ഒരു 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 സബ്ജക്റ്റീവ് ട്രൂത്തിനെ പറ്റിയല്ല അവിടെ പറഞ്ഞു വരുന്നത്. എഴുതപ്പെട്ട തിരുവെഴുത്തിൻ്റെ ട്രൂത്ത് അവിടെ കമ്പയർ ചെയ്തേക്കുന്നത് കർത്താവുമായിട്ടാണ്. നോക്കി, അങ്ങനെയെങ്കിൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം, ക്രിസ്തു എന്ന തലയോളം. ഇനിയും താഴോട്ടെല്ലാം വായിക്കുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഈസ് അവർ ട്രൂത്ത്, അതാണ് എൻ്റെ അർത്ഥം. ക്രിസ്തുവാണ് സത്യം, അതാണ് ആ വാക്കിൻ്റെ ഒരു അർത്ഥം. ക്രിസ്തുവാണ് യഥാർത്ഥ സത്യം. ഇനിയും നിങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വന്ന് അവിടെ അരയ്ക്ക് സത്യം കെട്ടണം. 14-ാം വാക്യം, നീതി എന്ന കവചം ധരിക്കണം, റൈച്ചസ്നെസ്. അങ്ങനെയെങ്കിൽ ക്രൈസ്റ്റ് ഈസ് ദ ട്രൂത്ത്. 2-ാമത്തെ ഭാഗം, ക്രൈസ്റ്റ് ഈസ് അവർ റൈച്ചസ്നെസ്. മനസ്സിലാവുന്നോ? കർത്താവാണ് സത്യം, കർത്താവാണ് നീതി. ആ നീതി ധരിക്കണം. നിങ്ങൾ വീണ്ടും 4-ാം അധ്യായത്തിന്റെ 20-21 വാക്യം, 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ എന്താണ് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത് നോക്കിയേ. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ, യേശുവിൽ സത്യം, മേളത്തെ വാക്യോട് കണക്ട് ചെയ്യുക. യേശുവാണ് സത്യം. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. 22-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോയ നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അങ്ങനെങ്കിൽ സത്യം കിട്ടുക എന്ന് പറഞ്ഞാൽ പുട്ട് ഓൺ ക്രൈസ്റ്റ്. അടുത്തത് നീതി എന്ന കവചം ധരിക്കുക എന്ന് പറഞ്ഞാൽ ചതിമോഹങ്ങളാൽ വഷളായി പോയ നമ്മുടെ പഴയ മനുഷ്യനെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞ് നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അതിൻ്റെ പേരാണ് നീതി ധരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ ചതിമോഹങ്ങളാൽ വഷളായിപ്പോയി. ആ വഷളായി പോയ മനുഷ്യൻ കർത്താവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ നമ്മൾ ധരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പുട്ട് ഓൺ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ പുട്ട് ഓൺ ക്രൈസ്റ്റ്. അതുപോലെ തന്നെ നീതി ധരിക്കുക എന്ന് പറഞ്ഞാൽ പുട്ട് ഓൺ ക്രൈസ്റ്റ്. മനസ്സിലാകുന്നോ? ക്രിസ്തുവിനെ സ്പിരിച്വലി, മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ആണ് പറഞ്ഞേക്കുന്നത്. ക്രിസ്തുവിനെ ധരിക്കുക, സത്യമരയ്ക്ക് കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, ഗോസ്പൽ ഓഫ് പീസ്. നമ്മുടെ കർത്താവിനെ പറ്റി അങ്ങനല്ലേ വായിക്കുന്നത്? ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്നല്ലേ വായിക്കുന്നത്? ക്രിസ്തുവിന്റെ സുവിശേഷം. ഇത് പ്രകാശിക്കാതിരിക്കേണ്ടതിന് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. നോക്കൂ, അങ്ങനെങ്കിൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ കർത്താവാണ്, റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ കർത്താവാണ്, ഗോസ്പൽ എന്ന് പറഞ്ഞാൽ കർത്താവാണ്. ഇഫ് യു പുട്ട് ഓൾ ദീസ് ടുഗദർ, ബെൽറ്റ് ഓഫ് ട്രൂത്ത്, ക്രൈസ്റ്റ് ഈസ് അവർ ട്രൂത്ത്, Christ is our righteousness, and the gospel is God, Christ himself. Our uniform is really simple. At the end of the day, put on Christ. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. ഇത് മൂന്നൂടെ ഒരുമിച്ച് ചേർത്ത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കർത്താവിനെ ധരിക്കുക. ദിസ് ഈസ് അവർ യൂണിഫോം. ആർ യു ഫോളോയിങ് മീ? കർത്താവിനെ ധരിക്കുക, കർത്താവിനെ ധരിക്കുക. ഇതില്ലാതെ എങ്ങനെ യുദ്ധത്തിന് പോകുന്നേ?
ഇന്ത്യൻ ആർമിക്ക് അവരുടെ യൂണിഫോം ഉണ്ട്, അമേരിക്കൻ ആർമിക്ക് അവരുടെ യൂണിഫോം ഉണ്ട്, ഏത് രാജ്യക്കാർക്കും അവരുടെ യൂണിഫോം ഉണ്ട്. ഒരു രക്ഷിക്കപ്പെട്ട ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം, ഈ ആത്മീയ പോരാട്ടത്തിന് സ്പെഷ്യലിസ്റ്റ് ഇല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവിനെ ധരിച്ചവരാണ്. ശരിയാണോ? ഇവിടെ ഈ എഫീസ്യ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് പറഞ്ഞേക്കുന്ന എല്ലാ റിസോഴ്സസും ഇറ്റ് ഈസ് ടു ഓൾ ബിലീവേഴ്സ്. ദർ ഇസ് നോ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ്. ഇനിയെങ്കിലും ഈ സ്പെഷ്യലൈസ്ഡ് ആണെന്നും പറഞ്ഞ് വരുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യവും എല്ലാ ദൈവമക്കൾക്കും ഒരുപോലെയുള്ളതാണ്. കർത്താവിനെ ധരിക്കുക, കർത്താവിനെ ധരിക്കുക. നോക്കൂ, കർത്താവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ 4 കാര്യം ഞാൻ ഇത്രയും ഫീൽഡിൽ നിന്ന് ഫൈറ്റിൽ നിന്ന് ഈ 4 ചേർത്ത് ഞാൻ ഇങ്ങനെ പറയാം. റിമെമ്പർ, ഇറ്റ് ഈസ് ദ ലോർഡ്സ് മൈറ്റ് and the Lord's armor. The battle is taking place in the Lord's territory. Our goal is to stand firm and to be clothed in Christ. Summarize ചെയ്തോ? നോട്ട് ചെയ്യുന്ന ഒന്നുകൂടെ പറഞ്ഞേക്കാം, ശ്രദ്ധിച്ചു കേട്ടോണം, മറക്കരുത്. ഇറ്റ് ഈസ് ദ ലോർഡ്സ് മൈറ്റ് and the Lord's armor. The battle is taking place in the Lord's territory or the heavenly places. Our goal is to stand firm and to be put on Christ. That is our uniform. ഇത്ര ഒന്ന് ഗ്രഹിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു നോക്കിയേ. എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് ക്രിസ്ത്യ ജീവിതം എന്നുള്ളത്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അത്രയും പറഞ്ഞ് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ യൂണിഫോം. ഇതെല്ലാം വിവരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇന്ന് നമ്മുടെ മുന്നിൽ അതിനുള്ള സാവകാശം. കാര്യം എൻ്റെ ചിന്ത ഈ 1.25 മണിക്കൂർ കൊണ്ട് ഈ പാസേജിൻ്റെ ഒരർത്ഥം ഒരല്പമെങ്കിലും പറഞ്ഞു നിർത്തണം. കാര്യം അടുത്ത പ്രാവശ്യം കർത്താവിനെ വെച്ച് വരികയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം 1 മന്ത് ഗ്യാപ്പ് മിനിമം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ്. നോക്കൂ, അതാണ് നമ്മുടെ യൂണിഫോം. സെക്കൻഡ്, അവർ വെപ്പൺ. ആ വെപ്പൺ എന്നുള്ളത് 4 കാര്യം അവിടെ പ്രധാനമായിട്ടും ഉണ്ട്. അതിനകത്ത് ഒഫെൻസീവ് വെപ്പൺ ഒന്നേ ഉള്ളൂ. 4 വെപ്പൺസ് അവിടെ ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. അതിൻ്റെ 16-ഉം 17-ഉം വാക്യം വായിക്കുമ്പോൾ 4 വെപ്പൺ. യൂണിഫോം 3 എണ്ണമാണ്. ബെൽറ്റ്, അരയ്ക്ക് സത്യം, നീതി, കവചം, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, ഗോസ്പൽ പറയുക. അതാണ്, മറന്നു പോകരുത്. ഞാനത് ഒന്ന് എംഫസൈസ് ചെയ്തിട്ട് പോകാം. ഈ നമ്മുടെ യൂണിഫോമിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഗോസ്പൽ മറന്നു പോകരുത്. സുവിശേഷം, ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം. അത്രയും ഹൃദയത്തിൽ അങ്ങ് പതിച്ചേക്കണം. അടുത്തത് 16-ാമത്തെ വാക്യം, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽക്കുവീൻ. അന്നേരം സ്റ്റാൻഡ് ഫേം, നിൽപ്പാകട്ടെ. ഇരിപ്പ് ഉറക്കമൊന്നും ഇതിനകത്തില്ല. നിൽപ്പാണ് എന്ന് പറഞ്ഞാൽ വിജിലൻ്റ്. 24 മണിക്കൂറും വിജിലൻ്റ് ആയിരിക്കണം. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ആൾക്കാർ പറയുന്ന പോലെ മരുഭൂമിയിൽ പിശാച് പരിശോധിക്കാൻ വരും, അതുകൊണ്ട് വിജിലൻ്റ് ആയിരിക്കണം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം മരുഭൂമിയാണ്. മരുഭൂമിയിൽ പിശാചിൻ്റെ ആക്രമണം ഉണ്ടാകും, വിജിലൻ്റ് ആയിരിക്കണം. എനിക്ക് അതിനോട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. മരുഭൂമിയാണേലും ഏതം തോട്ടമാണേലും പിശാച് വരും, സൂക്ഷിച്ചോണം. ശരിയാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം. ഏതം തോട്ടമാണേലും മരുഭൂമിയാണേലും എവിടെയാണേലും അവൻ വരും. മരുഭൂമി അല്ല, സന്തോഷമാണേലും ദുഃഖമാണേലും കഷ്ടതയാണേലും ആനന്ദമാണേലും പ്രയാസമാണേലും സുഖമാണേലും ഓർത്തോണം, 24 മണിക്കൂറും വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. അതായത് ആക്റ്റീവായിരിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. വിശ്വാസം എന്ന പരിചയം. എന്നിട്ട് രക്ഷ എന്ന ശിരസ്ത്രം. അടുത്ത വാക്ക് രക്ഷ എന്ന ശിരസ്ത്രം. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും പ്രത്യേകം എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അയ്യോ, എന്തൊരു പ്രയോഗങ്ങളല്ലേ! നിൽക്കണം, ധരിക്കണം, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. ആ പ്രാർത്ഥന ആത്മാവിലായിരിക്കണം. ഏത് സമയത്തും പ്രാർത്ഥനയാലും യാചനയാലും എന്ന് പറഞ്ഞാൽ ഓൾവേസ്. എത്ര പ്രയോഗമാണ്! അതെല്ലാം
ഞാൻ അല്പാൽപ്പം പറഞ്ഞു തരാം. അതായത് 4 കാര്യം നമ്മുടെ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്. 1 വിശ്വാസം എന്ന പരിച, 2 രക്ഷ എന്ന ശിരസ്ത്രം, 3 ഒഫൻസീവ് വെപ്പണായ വചനമെന്ന ആത്മാവിൻ്റെ വാള്, 4 പവർ സോഴ്സായ സകലത്തിൻ്റെ ഉറവിടമായ എല്ലാറ്റിനും നമ്മളെ സഹായിക്കുന്ന ഏതു നേരത്തുമുള്ള ആത്മാവിന് ദ പ്രയർ ഈസ് ഗൈഡഡ് ആൻഡ് മൂവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതാണ് അതിൻ്റെ അർത്ഥം. 4 കാര്യം: പ്രാർത്ഥിക്കുക, പ്രാർത്ഥന, വചനം, വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം. ഇനി നമുക്ക് ഈ വെപ്പണിനെ പറ്റി അല്പാൽപ്പം പെട്ടെന്ന് ഓരോ സെന്റൻസിലൊന്ന് പറഞ്ഞ് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഏത് സാഹചര്യം, ഓൾ സർക്കംസ്റ്റാൻസസ് ടേക്ക് അപ്പ് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. ഇനി അങ്ങനെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇൻ ഹൂം. നിങ്ങൾ ഉത്തരം പറഞ്ഞു, ഫെയ്ത്ത് ഇൻ ഹൂം? ക്രൈസ്റ്റ്. ഇത് ചുരുക്കി പറഞ്ഞാൽ മുഴുവൻ കർത്താവാണ്, അല്ലേ? നമ്മുടെ ട്രൂത്ത് കർത്താവാണ്, നീതി കർത്താവാണ്, ഗോസ്പല് കർത്താവാണ്, വിശ്വാസം കർത്താവിനാണ്. അങ്ങനെങ്കിൽ അവിടെ പറഞ്ഞേക്കുന്ന ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് with which you can extinguish all the flaming darts of the evil one. ആ കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് സകല ദുഷ്ടന്റെ ആരോകളെയും നമുക്ക് തടുക്കാനായിട്ട് കഴിയും. ഇവിടെ ആ വിശ്വാസം എന്ന പരിചയം, അവിടെ കർത്താവിൻ്റെ കാര്യം മറക്കരുത്. ക്രൈസ്റ്റ്, 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 ക്രൈസ്റ്റ്. ഇവിടെ ആ വിശ്വാസം എന്ന പരിചയയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ ഈ ഈ ഈ ഷീൽഡ് എന്നുള്ളത് ഹൈഡിങ് ഷീൽഡാണ്. ഹൈഡിങ് ഷീൽഡ്, കർത്താവിൽ നമ്മൾ മറയുകയാണ്. ഹൈഡിങ് ഷീൽഡ്. ഈ ഹൈഡിങ് ഷീൽഡ് ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്കല്ല. ഇവിടെ ഇതൊരു കോർപ്പറേറ്റ് വാറാണ്. ഞാൻ അത് അടുത്ത പോയിന്റ് പറയുമ്പോൾ പറയാം. അതായത് ഈ പരിചയ്ക്കകത്ത് മറയുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാരോ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, ഒരാരോ ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, ഒരെണ്ണം ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, ഒരെണ്ണം ഇങ്ങനെ അങ്ങനെ ചെയ്യണ്ട. കാര്യം എന്നറിയാമോ? ഇത് കോർപ്പറേറ്റ് വാർ ആയതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒരുമിച്ചുള്ള യുദ്ധമായതുകൊണ്ട് ഈ ഷീൽഡ് എന്നുള്ളത് ഫുള്ളി കവേർഡാണ്. മനസ്സിലാവുന്ന? ഫുള്ളി കവേർഡാണ്. ഇതാണ് ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കണം. അതായത് ഇത് ഫുള്ളി കവേർഡാണ്. നമ്മൾ ഇതിനകത്ത് സുരക്ഷിതരാണ്. ഇത് ഹൈഡിങ് പ്ലേസ് ആണ്. വി ആർ ഹൈഡിങ് ടുഗദർ. ഇത് ഫുള്ളി കവേർഡാണ്. ആരും ഒറ്റയ്ക്ക് തടുക്കേണ്ട കാര്യം. എല്ലായിടത്തും ഈ ഷീൽഡ് ഉണ്ട്. ഹിയർ ഈസ് അതർ തിങ് യു നീഡ് ടു നോ അബൌട്ട് ദ സ്പിരിച്വൽ വാർഫെയർ ഫ്രം എഫീഷ്യൻസ് ചാപ്റ്റർ 6. ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് വാർ. ഇത് ഇൻഡിവിജ്വൽ വാർ അല്ല. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ഇതിന് സ്പെഷ്യലിസ്റ്റുകളില്ല. ഈ 6-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്ന റിസോഴ്സസ് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. ആവർത്തിച്ച് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ അകത്ത് ഇത് കയറണം. നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്നത് ഇതിന് വേറെ ആൾ വരണം എന്നുള്ളതാണ്. നോ നോ, ഇത് കോർപ്പറേറ്റ് വാറാണ്. രക്ഷിക്കപ്പെട്ട ലോകത്തിലെ സകല ദൈവമക്കളും എല്ലാവരും ഒരുമിച്ച് പരിചയ്ക്കകത്ത് നിൽക്കുകയാണ്. ഇറ്റ് ഈസ് ഫുള്ളി കവേർഡ്. വിശ്വാസം നമ്മുടെ കർത്താവിലാണ്. അങ്ങനെങ്കിൽ സത്യം കർത്താവാണ്, നീതി കർത്താവാണ്, ഗോസ്പൽ കർത്താവിൻ്റെതാണ്, ഫെയ്ത്ത് കർത്താവിലാണ്. അടുത്തത് എത്ര മനോഹരമായിട്ട് എഴുതിയേക്കുന്നു നോക്കിയേ, രക്ഷയെന്ന ശിരസ്ത്രം. അതായത് ഈ യുദ്ധത്തിന് ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഞാൻ സമയമുണ്ടെങ്കിൽ ഇന്ന് പറയാം, അല്ലെങ്കിൽ അടുത്ത മാസം കഥ ആലോചിച്ച് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഹെൽമെറ്റ് എന്നുള്ളത് നമ്മുടെ ഐഡിയോളജിക്കൽ വാർഫെയർ ആണിത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പിശാച് ഒരു കൂട്ടം ആളുകളെ എററിനകത്ത്, തെറ്റിനകത്ത് കോട്ട കെട്ടി സൂക്ഷിച്ചേക്കുകയാണ്. ഐഡിയോളജി അതുകൊണ്ട് നമുക്കെതിരെ ആ ഐഡിയോളജി ഒരു കാരണവശാലും ലോകത്തിൻ്റെ വേൾഡ്ലി ഫിലോസഫിയോ പിശാചിൻ്റെ തന്ത്രങ്ങളോ മറ്റ് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താതിരിക്കാൻ വേണ്ടി ഐഡിയോളജിയെ ഒരു കാരണവശാലും കർത്താവിൻ്റെ വചനത്തിനെതിരെ വരുന്ന ഒരു കാര്യവും നമ്മുടെ അകത്തേക്ക് കയറാതെ വണ്ണം രക്ഷ എന്ന ശിരസ്ത്രം. മനസ്സിലാവുന്നു?
അത് ഞാൻ ഇന്ന് പറ്റുമോ എന്നറിയില്ല. 2 Corinthians 10 എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നെന്ന് അപ്പോസ്തലൻ പറയുന്നില്ല. ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ സമയമുണ്ടെങ്കിൽ അത് പറയാം, എന്താണ് ഈ ഐഡിയോളജിക്കൽ വാർ എന്നുള്ളത്. നോക്കൂ, ഇപ്പം രക്ഷ എന്ന ശിരസ്ത്രം. ഇനി നോക്കിയേ, ഹൂ സേവ്സ് അസ്? ആരാ നമ്മളെ രക്ഷിച്ചേ? ക്രൈസ്റ്റ് സേവ്സ് അസ്. അങ്ങനെയെങ്കിൽ എല്ലാം കൂടെ നോക്കി, നീതി കർത്താവാണ്, സത്യം കർത്താവാണ്, ഗോസ്പല് കർത്താവാണ്, വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവിലാണ്, നമ്മളെ രക്ഷിച്ചത് കർത്താവാണ്. ഇതെല്ലാം കർത്താവാണ്, ഇതെല്ലാം ക്രൈസ്റ്റ് ആണ്. നോക്കൂ, എന്നിട്ട് അടുത്ത ഒഫൻസീവ് വെപ്പൺ നോക്കി. ഇത്രയും എല്ലാം നമ്മൾ ഡിഫെൻസീവ് കാര്യമാണ് പറഞ്ഞത്. ഇനി ഒഫൻസീവ് എന്നാന്ന് നോക്കി, വചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത് എന്നാ വായിക്കുന്നത്. ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, ഏത് ഹൃദയത്തിൻ്റെ അകമ്പര തുളച്ച് ചെല്ലുന്നത്, ഇരുട്ട് കണ്ണിന് വെളിച്ചം കൊടുക്കുന്നത്. നമ്മൾ 2 Corinthians 4 വായിക്കുന്ന പോലെ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. അവിടെ ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞേക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയല്ല, ഗോസ്പലിന്റെ ശക്തിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്നവിടെ പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം നോക്കൂ. അങ്ങനെങ്കിൽ ഇവിടെ ഈ വചനത്തെ പറ്റി വായിക്കുന്ന എന്നാണ്? ക്രിസ്തുവിന്റെ വചന സർവൈശ്വര്യത്തോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്നാണ് കൊലോസിയൻസ് 3:15 വായിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം കൂടെ ചേർത്താൽ ഇത് മുഴുവൻ ക്രൈസ്റ്റ് ആണ്. റൈറ്റ്? എല്ലാം കർത്താവാണ്. അരയ്ക്ക് സത്യം, നീതി കവചം, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, രക്ഷയെന്ന ശിരസ്ത്രം, വിശ്വാസം എന്ന പരിച, ഈ ദൈവവചനമെന്ന ക്രിസ്തുവാകുന്ന വചനമാകുന്ന വാള്. ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധത്തിനകത്ത് പുട്ട് ഓൺ ക്രൈസ്റ്റ്. വെപ്പണും നമ്മുടെ കർത്താവ് തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം ക്രൈസ്റ്റ്, എവറിത്തിങ് ഈസ് ക്രൈസ്റ്റ്, എല്ലാം ക്രൈസ്റ്റ്. നോക്കൂ, ഈ അത്രയൊക്കെ ഇന്ന് പറയാനേ നമുക്ക് സമയം അനുവദിക്കുന്നുള്ളൂ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച്, എല്ലാവരും കർത്താവിനെ ധരിച്ചവരല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അരയ്ക്ക് സത്യം കിട്ടിയവരല്ലേ? നീതി എന്ന കവചം, ഈ നീതി വസ്ത്രം ധരിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അല്ലേ? നീതി എന്ന കവചം, ഗോസ്പൽ നമ്മുടെ എല്ലാവരുടെയും പാഷനല്ലേ? ആളുകൾ രക്ഷിക്കപ്പെട്ടത് അതിനുവേണ്ടിയല്ലേ നമ്മളിവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത്? അതിനുവേണ്ടിയല്ലേ നമ്മൾ ഗോസ്പൽ പറയാനായിട്ട് പോകുന്നത്? വിശ്വാസം എന്ന പരിചയം, അതുകൊണ്ടല്ലേ ആ കർത്താവിൽ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത്. രക്ഷ എന്ന ശിരസ്ത്രം, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടതല്ലേ? എല്ലാ ഐഡിയോളജിയെ മാറ്റി കർത്താവിൻ്റെ ഐഡിയോളജി നമുക്ക് നൽകി, അത് പ്രൊട്ടക്റ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് ആത്മാവിനെ കൊണ്ട് സീല് ചെയ്യിച്ച് ആ ഹെൽമെറ്റ് നമുക്ക് വെച്ചേക്കുമല്ലേ? എല്ലാവർക്കും ഇല്ല അതല്ല. വചനമെന്ന ആത്മാവിൻ്റെ വാള് എല്ലാവർക്കും തിരുവെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോ സ്പെഷ്യലിസ്റ്റ് ഇൻ സ്പിരിച്വൽ വാർഫെയർ. നമ്മളെല്ലാവരും ഫീൽഡിലാണ്, നമ്മൾക്കെല്ലാവർക്കും ഫൈറ്റ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകളില്ല, എല്ലാവർക്കും ഉത്തരവാദിത്വം ഒരുപോലെയാണ്. എക്സ്ക്യൂസ് പറയാനായിട്ട് കഴിയത്തില്ല. നോ എക്സ്ക്യൂസ്. സ്തോത്രം. ഇനിയും ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ട്. രക്ഷയെന്ന സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും പ്രാർത്ഥിച്ചും, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇവിടെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ പ്രാർത്ഥന. പ്രയർ ഈസ് ഗൈഡഡ് ആൻഡ് മൂവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഏത് സമയവും നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായിരിക്കണം. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് അതിനായിട്ട് ജാഗരിച്ചും കൊണ്ട് അവിടെ നിർത്താം. അതിനായിട്ട് പ്രാർത്ഥിക്കുക. അന്നേരം വെപ്പൺസ് 4 കാര്യം കിട്ടിയല്ലോ. ഫെയ്ത്ത്, സാൽവേഷൻ, വേർഡ് ഓഫ് ഗോഡ് ആൻഡ് പ്രെയർ. ഇത്
ഈ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ ഈ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ ഏറ്റവും ഇതിൻ്റെ ഒരു പവർ ഹൗസായിട്ട് ഉപയോഗിക്കേണ്ടതാണ്, പവർ ഹൗസായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. ഓക്കെ, ഞാൻ എന്നിട്ട് ഞാൻ അത്രയും എല്ലാം വിശദമാക്കി പറയാനായിട്ട് കഴിയത്തില്ല. ഇനിയും ഈ ദൈവോധനം എന്ന ആത്മാവിൻ്റെ ആ വാള് അവിടെ ഒരു അല്പകാര്യം എന്ന് പറയാം. ഇതാണ് നമ്മൾ 2 കൊരിന്ത്യൻസ് 10 ഞാൻ അല്പം മുമ്പേ പറഞ്ഞ വാക്യം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അതാ, ആ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ. അതെന്താ ഈ കോട്ടകൾ എന്ന് പറഞ്ഞേക്കുന്ന അവിടെ? എനിക്കത് ഞാൻ സത്യത്തിൽ അത് വിശദമാക്കാൻ ഇന്ന് സമയം ഉണ്ടാകുമെന്നാണ് ചിന്തിച്ചാണ് ഞാൻ ഒരുങ്ങി വന്നത്. പക്ഷേ അത് വിശദമാക്കാൻ സമയമില്ല. കാര്യം എനിക്ക് എഫീഷ്യൻസ് തന്നെ മുന്നോട്ട് അല്പകാര്യങ്ങളെ പറയേണ്ടതായിട്ടുണ്ട്. നോക്കൂ, കോട്ടകളെന്ന് ആ കൊരിന്ത്യൻ കോൺസെപ്റ്റിൽ അപ്പോസ്തലൻ ഉപയോഗിച്ചേക്കുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാക്കാം. അന്നത്തെ കാലത്തൊക്കെ, ഏൻഷ്യൻ്റ് കാലത്തൊക്കെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആളുകളെ എല്ലാം കോട്ടയ്ക്കകത്തേക്ക് കയറ്റും, ഒരു ഫോർട്രസിനകത്തേക്ക് കയറ്റും. അങ്ങനെ ഫോർട്രസിനകത്തേക്ക് കയറ്റി ജനത്തെ അവിടെ സംരക്ഷിക്കും. ഈ അനാലജി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇതൊരാളോട് പറയുമ്പോൾ ഏൻഷ്യൻ്റ് കാലത്ത് എല്ലാവർക്കും അറിയാം. അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് പോരാട്ടം ഈ കോട്ടകളെ ഡിവൈൻ വെപ്പൺ കൊണ്ട് ഇടിക്കണം എന്നതാണ്. അങ്ങനെങ്കിൽ എന്താ ഈ കോട്ട? ഈ കോട്ടയെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത സകല ആളുകളെയും ഈ ലോകത്തിൻ്റെ ദൈവം ഈ ഒരു കോട്ടയ്ക്കകത്ത്, ആ കോട്ട എന്ന് പറഞ്ഞാൽ അതിന് എത്രമാത്രം വിശദീകരണം കൊടുക്കാന്ന് പറഞ്ഞാൽ, ദൈവവചനത്തിന് വിരുദ്ധമായ എല്ലാ ഐഡിയോളജിയെയും നമുക്ക് ഫോർട്രസ് ആയിട്ട് വിശദമാക്കാം. മനസ്സിലാവുന്നോ? ബൈബിൾ മാത്രം അബ്സല്യൂട്ട് ട്രൂത്ത്. ഈ ട്രൂത്തിന് വെളിയിൽ നടക്കുന്ന എല്ലാം പിശാചിൻ്റെ കോട്ടയാണ്. എവറി സൈക്കോളജി, എവറി ഫിലോസഫി, ഏത്തീസം അല്ലെങ്കിൽ നാച്ചുറലിസം, നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ലാത്ത എല്ലാം ഈ കോട്ടയാണ്. മനസ്സിലാവുന്നു? ഈ കോട്ടയ്ക്കകത്ത് ജനത്തെ അവൻ സംരക്ഷിച്ചേക്കുകയാണ്. ഈ കോട്ട, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഡിവൈൻ വെപ്പണാണ്. ആ ഡിവൈൻ വെപ്പണാണ് എഫെസ്യർ പറഞ്ഞേക്കുന്നത് വചനമെന്ന ആത്മാവിൻ്റെ വാള്. എന്താ അതുകൊണ്ടുള്ള ഗുണം? ഈ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ഈ ഐഡിയോളജിക്കൽ ഫോർട്രസസിനെ, എററായിട്ടുള്ള ഫോർട്രസസിനെ ദൈവവചനമാകുന്ന വാളാകുന്ന സുവിശേഷം കൊണ്ട് നമ്മൾ ഈ കോട്ടയ്ക്കിട്ടടിക്കുകയാണ്. മനസ്സിലാവുന്നു? അങ്ങനെ അടിക്കുമ്പോൾ ഇവൻ്റെ ഐഡിയോളജി മനസ്സിലാവും. അയ്യോ, ഞാൻ ചിന്തിച്ചേക്കുന്നത് തെറ്റാണ്, ഗോസ്പൽ ഈസ് ദ ട്രൂത്ത്. അവരെ നമ്മൾ പിടിച്ചെടുക്കുകയാണ്. ഇതാണ് ആത്മീയ പോരാട്ടം. മനസ്സിലാവുന്നോ? ഞാനത് താഴോട്ട് വരുമ്പോൾ പറയാം. ഈ ഈ കോട്ടകൾ ഇന്നാണെങ്കിൽ നമുക്ക് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് എന്നൊക്കെ പറഞ്ഞ കോട്ട, അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ജനത്തെ കോട്ട കെട്ടി സൂക്ഷിച്ച് എന്ന് പറഞ്ഞ പോലെ തന്നെ കോട്ട കെട്ടി ഈ രക്ഷിക്കപ്പെടാത്ത ആൾ, നമ്മളെല്ലാം ഒരു കാലത്ത് കോട്ടയ്ക്കകത്തായിരുന്നു. പക്ഷേ ഈ വചനം എന്ന ആത്മാവിൻ്റെ വള, ഡിവൈൻ വെപ്പണറി, പ്രാർത്ഥനയാൽ വിശുദ്ധന്മാർ ഉപയോഗിച്ചപ്പോണ്ടല്ലോ, നമ്മുടെ കോട്ട ദൈവം ഇടിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ ആ ആത്മീയ അധികാരത്തിൻ്റെ ലോഡ്ഷിപ്പിൻ്റെ കീഴിൽ നമ്മളെ ആക്കി. അതാണ് ക്രിസ്ത്യാനിറ്റി. നമ്മളെല്ലാം അയ്യോ, നമ്മുടെയൊക്കെ കോട്ട ഇടിച്ചാൽ പൊട്ടുകയറായിരുന്നു, എന്തെല്ലാം കോട്ടകളായിരുന്നു. കർത്താവ് ഇടിച്ചു. എന്നാ ഇടിച്ച്? ഏതെല്ലാം ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു, നല്ല ഗോസ്പൽ കേട്ടപ്പം വേറും മണ്ണാങ്കട്ടയായിരുന്നു നമ്മുടെ കോട്ടയെന്ന് മനസ്സിലായി. ശരിയാന്നോ? അത് ഇടിച്ചു. അടുത്ത പ്രാവശ്യം ദൈവം അനുവദിച്ചാൽ 2 കൊരിന്ത്യൻസ് 10 ഞാൻ പറയാം. അത് വിശദമാക്കണം. അതിശ്രേഷ്ഠകരമായ കാര്യമാണ്. ഗോസ്പൽ കൊണ്ട് കോട്ടയിടിക്കുന്നു. ആളുകളെ ഈ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെയും വിചാരങ്ങളെയും, നമ്മളോർത്ത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യൻ ചിന്തിക്കുന്ന ബൈബിളിന് ഈ തിരുവെഴുത്തിന് വിരുദ്ധമായിട്ടുള്ള വിചാരങ്ങളും ചിന്തകളും ഒക്കെ വലിയ കാര്യമാണെന്ന്. പക്ഷേ സത്യത്തിൻ്റെ ഈ ട്രൂത്ത് അങ്ങോട്ട് ചെന്ന് അതിനെ ഇടിച്ച് ഡീമോളിഷ് ചെയ്ത് ആളുകളെ പുറത്തു കൊണ്ടുവരികയാണ്.
ക്രിസ്തുവിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് വാർഫെയർ. ക്ലിയർ? ഓക്കെ. ഞാൻ ഇടയ്ക്കൊക്കെയാണ് പറയുന്നത്, എനിക്കറിയാം. എങ്കിലും അത്രയും കാര്യം ഒന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ സ്തോത്രം. നോക്കൂ, കോട്ടകൾ ഇടിക്കണം. അതാണ് ഈ വാള് കൊണ്ടുള്ള, ഈ വചനമെന്ന ആത്മാവിൻ്റെ വാൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ജനത്തെ അവൻ്റെ കോട്ടയിൽ നിന്ന് ഈ വാൾ ഉപയോഗിച്ച് സത്യം പറഞ്ഞ്, ട്രൂത്ത് പറഞ്ഞ്, അവൻ്റെ ഐഡിയോളജി തെറ്റാന്ന് മനസ്സിലാക്കി അവനെ പുറത്തു കൊണ്ടുവരിക. അങ്ങനെങ്കിൽ ഒരുവൻ ആത്മീയ പോരാട്ടം നടത്തണമെങ്കിൽ നോ ദ സ്ക്രിപ്ചർ ഫസ്റ്റ്. തിരുവെടുത്തറിയാൻ മേലാത്തവൻ ഊ എന്ന് വെച്ച് ലൈറ്റ് ഇട്ടാലും ബ്ലിങ്ക് ചെയ്താലും പുക വന്നാലും ഒന്നും ആത്മീയ പോരാട്ടമൊന്നുമില്ല. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ എന്റർടൈൻമെന്റ് എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിർത്തണം. വല്ല ബൈബിളും പ്രസംഗിക്കുന്ന ചർച്ചിൽ പോകണം എന്ന് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ വരാൻ വേണ്ടിയാണ് ഞാൻ ഈ 2:45 വെളുപ്പിന് എഴുന്നേറ്റ് നിങ്ങളോട് ഈ ദൈവവചനം പറയുന്നത്. ഓക്കെ, മറന്നു പോകരുത്. ആട്ടെ, ഞാൻ മുന്നോട്ട് വരികയാണ്. ഇനിയും നമ്മുടെ ഞാൻ പറഞ്ഞ 2 കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഒന്ന് നമ്മുടെ യൂണിഫോം, 2 നമ്മുടെ വെപ്പൺ, അടുത്തത് അവർ പാർട്ട്നേഴ്സ്. പെട്ടെന്ന് പോകും, ഒരു 10 മിനിറ്റ് കൊണ്ട്, മാക്സിമം 10 മിനിറ്റ്. അവർ പാർട്ട്നേഴ്സ് എന്താണെന്ന് നോക്കിയാൽ 18-ാം വാക്യം. പാർട്ട്നേഴ്സ്, ഈ യുദ്ധം ഒറ്റയ്ക്കല്ലെന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞായിരുന്നല്ലോ. ഇത് കോർപ്പറേറ്റ് വാറാണ്. സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിന്. അതിനകത്ത് ആരൊക്കെ ഉണ്ട് യുദ്ധത്തിനകത്ത്? ഓൾ സെയിൻസ്. ഇത് കോർപ്പറേറ്റ് വാറാണ്, ഇൻഡിവിജ്വൽ വാറല്ല. ഓൾ ദ സെയിൻസ്, എല്ലാ രക്ഷിക്കപ്പെട്ട സകല ജാതികളിലും സകല രാജ്യങ്ങളിലും ഏത് കൾച്ചറിലുള്ള സകല ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ. എല്ലാവരും ഒരുമിച്ചാണ് വചനമെന്ന വാളുകൊണ്ട് ഈ കോട്ടയ്ക്കിട്ട് ആക്രമിക്കുന്നത്. എല്ലാ ദിവസവും എത്രയോ ബുദ്ധിരാക്ഷസന്മാരെ ഈ വചനമെന്ന വാളുകൊണ്ട് അവൻ്റെ ആ ഐഡിയോളജിയുടെ കോട്ട തകർത്ത് രക്ഷയിലേക്ക് വരുന്നു. എല്ലാം ഓർത്ത ദൈവത്തിന് സ്തോത്രം. ഈ എഫെസ്യർ 6-ാം അധ്യായം അത് ഒരു ഇൻഡിവിജ്വലായിട്ടൊരു യുദ്ധം ചെയ്യുന്ന കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. കോർപ്പറേറ്റ് ആയിട്ട്, അതായത് കോർപ്പറേറ്റ്ലി ആസ് എ ചർച്ച്, സഭ ഒരുമിച്ചാണ് ഈ പോരാട്ടം നയിക്കേണ്ടത്. ഇനിയും 18-20 വാക്യമാണ് ആത്മീയ പോരാട്ടത്തിന്റെ റിസൾട്ട്. എന്താണെന്നറിയാമോ? 18-20 വാക്യം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം. എങ്ങനെ കോട്ടയിടിക്കുന്നത്? സമാധാന സുവിശേഷത്തിനായിട്ടുള്ള സുവിശേഷം കാലിന് ചെരുപ്പാക്കണമെന്ന് മേളി വായിച്ചായിരുന്നു. അതുകൊണ്ട് ആ ചെരുപ്പ് ആരും ഊരരുത്. എന്നിട്ട് 19-ാമത്തെ വാക്യം, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. ദാറ്റ് ഈസ് ദ വിക്ടറി. ഗോസ്പല് പറയുക. ആത്മീയ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? സുവിശേഷം പറഞ്ഞ് കോട്ടയ്ക്കകത്തുള്ള ആളുകളെ ക്രിസ്തുവിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ചിന്തിക്കുന്നത് സൂപ്പർ ക്രിസ്ത്യൻ, സൂപ്പർ സ്പിരിച്വൽ ആളുകൾക്ക് മാത്രമാണ് ആത്മീയ പോരാട്ടം. അല്ല, ആത്മീയ പോരാട്ടം വചനമെന്ന വാളെന്ന് ഉദ്ദേശിക്കുന്നത് കോട്ട തകർത്ത് അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഗോസ്പല് പറഞ്ഞ് ഒരുവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് ആത്മീയ പോരാട്ടം. അതാണ് അതിൻ്റെ പ്രൈമറി അർത്ഥം. നമ്മളൊരു ട്രാക്റ്റ് കൊടുക്കുമ്പം അവൻ്റെ കോട്ട ഇടിക്കുകയാണ്. നമ്മൾ ഗോസ്പല് പറയുമ്പോൾ കോട്ട ഇടിക്കുകയാണ്. അത് കൊടുക്കാൻ പോകുമ്പോൾ സഭ പ്രാർത്ഥിക്കുന്നത് കോർപ്പറേറ്റ് യുദ്ധത്തിൽ ഞങ്ങൾ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും അല്പമെങ്കിലും ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. നോക്കൂ, അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ പറഞ്ഞ് ആ കൺക്ലൂഡിംഗ് ഭാഗത്തിലേക്ക് വരാം. ദ ഗ്രേറ്റസ്റ്റ് ആക്ടിവിറ്റി ഓഫ് സ്പിരിച്വൽ വാർഫെയർ, അല്ലെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ആക്ട് ഓഫ് സ്പിരിച്വൽ വാർഫെയർ ഈസ് ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്.
ഇതിന് സൗണ്ടും ട്യൂണും ഒന്നും വേണ്ട, ശാന്തമായിട്ട് പറഞ്ഞാൽ മതി. നമ്മുടെ ഇന്റലക്റ്റോ കണ്ണിങ്ങോ നമ്മുടെ 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 നോളജോ ഡിഗ്രി ഒന്നും ഇതിനെ ബാധിക്കുകയില്ല. ദ ഗ്രേറ്റസ്റ്റ് ആക്ട് ഓഫ് സ്പിരിച്വൽ വാർഫെയർ ഈസ് ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ട്രൂത്ത്. We are demolishing the errors which built by Satan. That is the greatest act of spiritual warfare. കണ്ടോ, ഞാൻ വാ തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ വചനം സംസാരിക്കേണ്ടതിന്, അത് വ്യക്തമായി സംസാരിക്കേണ്ടതിന്, കേൾവിക്കാർക്ക് ബോധ്യമാകുമെന്ന് സംസാരിക്കേണ്ടതിന്, ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് വാർ. നിങ്ങൾ സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതുകൊണ്ട് ഈ യുദ്ധത്തിനകത്ത് ആർക്കും ഒഴിവില്ല. ഈ എഫീഷ്യൻസ് ചാപ്റ്റർ 2 ആത്മീയ പോരാട്ടത്തിന് ഒരു സാദൃശ്യമായിട്ട് നമുക്ക് എടുക്കാം. അവിടെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ എനിമി ആരാണെന്നുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്യത്തിനകത്ത് ഈ ലോകത്തിൻ്റെ കാലഗതി, അല്ലെങ്കിൽ എഫെസ്യ ലേഖനം 6:13 പറഞ്ഞിരിക്കുന്ന എനിമിയുടെ മറ്റൊരു വിശദീകരണം ആദ്യത്തെ 3 വാക്യം, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യത്തിനകത്തുണ്ട്. എന്നാൽ 4-ാം വാക്യം തുടങ്ങുന്ന എങ്ങനെ പറയാം? ബട്ട് ഗോഡ്, എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മളെ അകൃത്യത്തിൽ നിന്ന് പുത്രന്റെ ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്ത് തൻ്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കോട്ട് സ്വർഗത്തിൽ ഇരുത്തിയേക്കുന്നു. ദാറ്റ് ഈസ് ദ വിക്ടറി ഓഫ് സ്പിരിച്വൽ വാർഫെയർ. ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. Snatch from the kingdom of darkness and bring him into the kingdom of light and show him off in the heavenlies. ഇനി നമുക്കൊരു സംശയം ഉണ്ടായേക്കാം, ഈ പിശാചിനെയൊക്കെ ശാസിക്കുന്ന, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ പിശാചിനെ ശാസിക്കാൻ ബൈബിൾ അനുവദിക്കുന്നില്ലെന്ന്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്, കേട്ടതിനാ തെറ്റിപ്പോയതാ. ശുശ്രൂഷയിൽ ഗോസ്പലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡീമൻ പൊസസ്ഡ് ആയിട്ടുള്ള ആളുകളെ ശാസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തിരുവെഴുത്തിനകത്ത് പ്രമാണമുണ്ട്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞത് എന്നാണെന്നറിയാമോ? ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ പിശാചേ എന്ന് പറയാൻ തിരുവെഴുത്ത് അനുവദിക്കുന്നില്ല. കാര്യം ബൈബിളിനകത്ത് അതിന് തെളിവില്ലെന്നാണ് ഞാൻ പറഞ്ഞേ. ദൈവമക്കളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, പോള് ശരീരത്തിൽ മുള്ളുകൊണ്ട് ശൂലം കൊണ്ട് പിശാച് കുത്തിയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പത്രോസിനെ പിശാച് ഗോതമ്പ് പോലെ പാറ്റിയപ്പോൾ യേശു അവന് വേണ്ടി പ്രാർത്ഥിച്ചു. തെസലോനിക്കയിലേക്കുള്ള വഴി പൗലോസിന് വേണ്ടി തടഞ്ഞപ്പോൾ ദൈവഹിതമാണെങ്കിൽ കാണാമെന്ന് അവർ ദൈവസന്നിധിയിൽ ആശ വെച്ചു. തനിക്കെതിരെ അപവാദം പറഞ്ഞപ്പോൾ ദൈവം നിന്നെ ശാസിക്കട്ടെ എന്നാണ് ദൂതൻ പിശാചിനോട് പറഞ്ഞത്. ദൈവമക്കൾക്ക് പിശാചുമായിട്ട് യാതൊരു ഇടപാടും ഇല്ല എന്നാണ് ഞാൻ അന്ന് അർത്ഥമാക്കിയത്. എന്നാൽ ശുശ്രൂഷയിൽ ഡീമൻ പൊസസ്ഡ് ആയിട്ടുള്ള ആളുകളെ ശാസിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ശാസിച്ച് പിശാച് പോകുന്നതിനേക്കാൾ പ്രാധാന്യത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യം ഓർക്കുന്നോ? നിങ്ങൾ ഒരുവന്റെ അശുദ്ധാത്മാവിനെ പുറത്താക്കിയാൽ ആ അശുദ്ധാത്മാക്കൾ റെസ്റ്റ് അന്വേഷിച്ച് നീരന്വേഷിച്ച് നടക്കും. എന്നാൽ അവിടെ എങ്ങും അവന് ഇരിക്കാൻ ഇടം കണ്ടെത്തുന്നില്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോയ പഴയ വീട് വന്ന് നോക്കുമ്പോൾ അവിടെ വെടിപ്പുള്ളതായിട്ട് കണ്ടാൽ തന്നിലും ബലമേറിയ 7 ആത്മാക്കളെയായിട്ട് അവൻ അവിടെ പാർത്താരംഭിക്കുന്നു. കർത്താവ് പറഞ്ഞായിരുന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഭൂതങ്ങളെ ശാസിച്ച് പുറത്താക്കിയാൽ അത് നല്ല കാര്യം, അവിടം കൊണ്ട് നമ്മുടെ സുവിശേഷീകരണം തീരുന്നില്ല. അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആക്ട് എന്നുള്ളത് ഭൂതങ്ങളെ പുറത്താക്കണം. അതിനേക്കാൾ പ്രാധാന്യത ആ എംപ്റ്റി ആയ ഹൃദയത്തിനകത്ത് ഗോസ്പല് പറഞ്ഞ് അവൻ്റെ ഹൃദയത്തെ നിറയ്ക്കണം. ത്രിയേക ദൈവം അവൻ്റെ ഉള്ളിൽ വാസം ചെയ്യണം. ഇല്ലെങ്കിൽ പിശാച് പോയവൻ 7 എണ്ണമായിട്ട് തിരിച്ചു വരും. മനസ്സിലാവുന്നോ? ത്രിയേക ദൈവത്തിൻ്റെ റെസിഡൻ്റ് ആയിട്ട് നമ്മുടെ ഹൃദയം തീരണം. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആക്ട് ഓഫ് സ്പിരിച്വൽ വാർഫെയർ. ഇങ്ങനെ എല്ലാം പറഞ്ഞു പോകാനായിട്ട് സമയമില്ല. എൻ്റെ വാക്കുകൾ നിർത്താനായിട്ട് പോയാണ്. 3 കാര്യങ്ങൾ, 3 സെന്റൻസ് പറഞ്ഞ് നിർത്താം. 3 സെന്റൻസ്. The greatest act of spiritual warfare is the proclamation of the gospel of Christ. മറന്നു പോകരുത്.
The greatest victory of spiritual warfare is a soul being brought from darkness into his marvelous light. ഗ്രേറ്റസ്റ്റ് ആക്ട് ഗോസ്പൽ പ്രഘോഷിക്കപ്പെടണം. ഗ്രേറ്റസ്റ്റ് വിക്ടറി എന്നാണെന്നറിയാമോ? ആ വ്യക്തിയിൽ ത്രിയേക ദൈവം വാസം ചെയ്യണം. കോട്ടയ്ക്കകത്തുനിന്ന് ഇവിടെ കൊണ്ടുവരണം. ദ ഗ്രേറ്റസ്റ്റ് ട്രോഫീസ് ഓഫ് സ്പിരിച്വൽ വാർഫെയർ എന്താണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരുമാണ്. ദ ഗ്രേറ്റസ്റ്റ് ട്രോഫീസ് ഓഫ് സ്പിരിച്വൽ വാർഫെയർ. ജോൺ ന്യൂട്ടന്റെ അതിമനോഹരമായ ഒരു പാട്ട് നമ്മൾ സൺഡേയിലൊക്കെ ഞങ്ങളുടെ ഇറച്ചി മിക്കപ്പോഴും പാടാറുണ്ട്. അമേസിംഗ് ഗ്രേസ്. ദ ഗ്രേറ്റസ്റ്റ് ട്രോഫീസ് ആയ നമ്മളെല്ലാവരോടും ഒരുമിച്ച് പാടണം. അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് that saved a wretch like me. I once was lost, but now I am found. I was blind, but now I see. Grace does that through the proclamation of the gospel. The greatest act of spiritual warfare, proclamation of the gospel. The greatest victory, bringing Saul from the dominion of Satan to the dominion of Christ. The greatest trophies, we are the greatest trophies of spiritual warfare. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. അത്രയും പറയാൻ ഇന്ന് സമയമുള്ളൂ. ആത്മീയ പോരാട്ടം എന്താണ്? ഫീൽഡ് 3 കാര്യം. റിസോഴ്സസ് എന്താണെന്ന് അവിടെ ഉണ്ട്. എനിമി ആരാണെന്ന് അവിടെ ഉണ്ട്. ഗോൾ എന്താണെന്ന് അവിടെ ഉണ്ട്. ഇത് ഹെവൻലി ലോർഡ്സ് ടെറിട്ടറിയിലാണ് നടക്കുന്നത്, മറന്നു പോകരുത്. ഐഡിയോളജിക്കൽ വാറാണ്. ഫൈറ്റിൽ 4 കാര്യമുണ്ട്. യൂണിഫോം, കർത്താവിനെ ധരിക്കുക. വെപ്പൺസ്, അതും കർത്താവിൻ്റെ തന്നെയാണ്. ഡിവൈൻ വെപ്പൺസ് ആണ്, ഡിവൈൻ വെപ്പണറീസ് ആണ്. ഇതിനകത്ത് ഇൻഡിവിജ്വൽ അല്ല, ഓൾ ദ സെയിൻസ് കോർപ്പറേറ്റ് വാറാണ്. ഫൈനലി വിക്ടറി എന്നാണെന്നറിയാമോ? പ്രാഗൽഭ്യത്തോടെ വചനം പറയുമ്പോൾ ആളുകളെ കർത്താവിലേക്ക് കൊണ്ടിരിക്കുക. അങ്ങനെ എഫെസോസിൽ സഭയുണ്ടായി. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ ആത്മീയ യുദ്ധം ചെയ്യുന്നിടത്തെല്ലാം ജയമുണ്ടാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ജയം ഉണ്ടാകും. ദൈവം അതിനായിട്ട് ഈ ഗ്രൂപ്പിനെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. നമ്മുടെ കർത്താവിൻ്റെ പുനരുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടും.